യഥാർത്ഥത്തില് ഈ ഹിന്ദുയിസം ഒരു ഇരുട്ടില് മുങ്ങി തപ്പുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് കാണുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ ക്ഷേത്രങ്ങൾ മുഴുവനും ജീർണോദ്ധാരണങ്ങളില്ലാതെ നാനാവിധമായിപ്പോയി. ഭൂനിയമം വന്നോടുകൂടിയിട്ട് ക്ഷേത്രങ്ങളുടെ വരുമാനം കുറഞ്ഞുപോയി. ഇതിന് കൊണ്ടു നടക്കാനും മെയിൻ്റനൻസ് നടത്താനും ഒക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ഇതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് കലിയുഗത്തിലുണ്ടാവും എന്ന് അന്നത്തെ കാലത്ത് തന്നെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ കലിയുഗത്തിന്റെ ഈ ഒരു ഫേസ്, ഈ ഒരു കാലഘട്ടം നമുക്ക് അത്ര ശോഭനല്ല. കാരണം ഈ രീതിയിലുള്ള ഒരുപാട് രീതിയിലുള്ള മനോവിധികളും മറ്റു രീതിയിലുള്ള പീഡനങ്ങളും രോഗത്തിന്റെ ആക്രമണങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഏറ്റവും അധികം പ്രതിഫലിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കലിയുഗത്തിന്റെ ഈ ഫേസ്. ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഭാഗവത പാരായണം, ഭഗവത്ഗീത പാരായണം, രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങളും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അന്നത്തെ കാലത്ത് നമ്മുടെ ഋഷീശ്വരന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ മാർക്കണ്ഡേയ മുനി മഹാഭാരത യുദ്ധകാലത്ത് ധർമ്മപുത്രർക്കും പാണ്ഡവന്മാർക്കൊക്കെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോന്നോരോന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ഈ കൊടുങ്കാട്ടിൽ കിടന്ന് അലയാൻ വിധിക്കപ്പെട്ട ആ ദുര്യോഗത്തെ കുറിച്ച് ധർമ്മപുത്രർ പറയുമ്പോ മാർക്കണ്ഡേയ മുനി ആശ്വസിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, ഇതിലൊക്കെ എത്ര ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് ഇനി വരുന്ന കലിയുഗത്തിലേക്ക് നിങ്ങളെ മനുഷ്യൻ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നിസ്സാരമുള്ളൂ, അതുകൊണ്ട് പരിഭ്രമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണ്ട്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, കലിയുഗത്തിന്റെ കാലഘട്ടത്തിന്റെ ആ ലാസ്റ്റ് ഫേസില് ഈ ഭാരതഭൂമി മുഴുവനും കളങ്കപ്പെടും. കാവ്യവസ്ത്രം ധരിച്ച് താടിയും മുടിയും വളർത്തി നടക്കുന്ന സന്യാസിമാര് അവരുടെ വിഹാര ഭൂമിയാവും ഭാരതം. സകല വിധത്തിലുള്ള ചതികളും വഞ്ചനകളും ഫ്രോഡുകളും കാണിച്ചു നടക്കുന്ന ഇക്കൂട്ടരെ കൊണ്ടാവും, ഇക്കൂട്ടര് പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു വർഗക്കാരായി മാറും. എന്നാൽ അതല്ലാത്ത സന്യാസിമാരുണ്ട്. നമുക്ക് ഞാൻ പോയി 4ാമത്തെ ബുക്കില് ഏറ്റവും അധികം ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ സന്യാസിമാരുടെ ഈ വിഹാരത്തെ കുറിച്ചാണ്. ഞാൻ ആമുഖത്തില് ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. ഹിമാലയ സാനുക്കളിൽ കൂടെ അലഞ്ഞ് നടന്ന് നിരവധി ഋഷീശ്വരന്മാരെ കണ്ട്, സൂപ്പർ നാച്ചുറൽ പവറുകളുള്ള യോഗികളെ കണ്ട് അവരുടെ ആ എല്ലാ കഴിവുകളും സൂപ്പർ നാച്ചുറൽ പവറുകളും ബോധ്യപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇവിടെ ഈ താടിപ്പൊടിയും വളർത്തി നടക്കുന്ന ഈ കള്ള സന്യാസിമാരോട് യാതൊരു സിമ്പതിയില്ലാന്ന് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ? ഇവരെ ജനം നിഷേധിക്കുന്ന ഒരു കാലം വരും ഷോർട്ട്ലി. ഇന്ന് അതല്ലാത്ത സന്യാസിമാരുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശ്രീരാമകൃഷ്ണാശ്രമ മിഷനില് അല്ലെങ്കിൽ ശൃംഗേരി മഠങ്ങളില് പരുക്കൻ വസ്ത്രങ്ങള് ധരിച്ച് അല്പാഹാരികളായിട്ട് ഈ സ്വാധ്യായം നടത്തി അവിടെ വരുന്ന ആൾക്കാർക്ക് വല്ലതൊക്കെ ഉപദേശിച്ചു കൊടുത്ത് ലളിത ജീവിതം നയിക്കുന്ന സന്യാസാശ്രമങ്ങളുണ്ട്. നിങ്ങൾ അവരെ പോയിട്ടൊന്ന് പ്രഭാഷണത്തിന് വിളിച്ചു നോക്കും. ഹൈലി ഇന്റലക്ച്വലായിട്ടുള്ള സന്യാസിമാരുണ്ട് ശ്രീരാമകൃഷ്ണാശ്രമത്തില്. ഞാൻ എന്റെ ആദ്യത്തെ ബുക്ക് റിലീസ് ചെയ്യുമ്പോൾ അനുഗ്രഹ പ്രഭാഷണത്തിന് വന്നത് ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ തത്വമയാനന്ദ സ്വാമികളാണ്. ഇത്രയും ഒരു ബുദ്ധിരാക്ഷസനെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. ആർഷഗ്രന്ഥങ്ങളിൽ ഇത്രയും ഗഹനമായ നോളജുള്ള ഇംഗ്ലീഷ് ഭാഷയൊക്കെ സ്വാമിയുടെ സൂപ്പറാണ്. ഇപ്പൊ അദ്ദേഹം കൽക്കട്ടയിലെ ബേലൂർ മഠത്തിലാണ്. അപ്പൊ എന്റെ ബുക്ക് പ്രകാശനം ചെയ്തിട്ട് അദ്ദേഹം അനുഗ്രഹിച്ചത് ഇതിന് വർഷം തോറും പുതിയ പുതിയ പതിപ്പുകൾ ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം വർഷം തോറും നിരവധി പതിപ്പുകൾ എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടായിരുന്നല്ലാണ്ട് അത്രയധികം അത് ഫലിച്ചു.
അപ്പോ ഉത്തമ സന്യാസിമാരും സന്യാസിനിമാരും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാം ത്യജിച്ച് നമ്മളൊരു മാതാജി ധരിക്കുന്നു, മനസ്സിലായ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുകള് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെയാണ് നമ്മുടെ ഈ ഫ്രോഡുകള് കിടന്ന് കളയുന്നത്. അപ്പൊ ഇവർക്ക് ഈ മണി മിന്റിങ് ബിസിനസ് മാത്രമേ ഇതിലുള്ളൂ, മനസ്സിലായ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ എതിർപ്പ് പറയുന്നത്. അപ്പൊ ആ വിഷയം പോട്ടെ, ഈ വിഷയത്തിലേക്ക് വരാം. അപ്പൊ അങ്ങനെ ഈ യാത്രാവിവരണത്തിൽ കൂടി ഈ പുരാണങ്ങളിൽ എഴുതി വെച്ചതൊക്കെ എന്താണ്? ഇതൊക്കെ വേദവ്യാസന്റെ ഭാവനയാണോ? അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന നിരവധി ഹിന്ദു സമൂഹങ്ങളുണ്ട്. ഇപ്പൊ പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ 18 പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും വേദവ്യാസന്റെ ഭാവനയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട് ഹിന്ദുക്കളില്. ഈ മറ്റ് മതക്കാരായിട്ട് നമുക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പള്ളിയിലത്തെ അച്ഛൻ, അദ്ദേഹമാണ് ആ ലൊക്കാലിറ്റിയിലെ സുപ്രീം. അദ്ദേഹത്തെ കൂടിയാണ് ജനനവും മരണവും വിവാഹവും കുർബാന ജനലും മറ്റതൊക്കെ അങ്ങേരായിട്ടാണ്. ആ കണക്ഷൻ അങ്ങ് റോം വരെ നീണ്ടുപോകുന്നു. അതുമാതിരി ഒരു മുസ്ലിം പള്ളിയിൽ ആ മുല്ലാക്കിയാണ് ഇതിന്റെ അതോറിറ്റി. ആ കണക്ഷൻ മെക്ക വരെ കിടക്കുന്നു. അത് ഇവർക്കൊന്നും നേരിട്ട് ഈശ്വരനെ പറ്റില്ല, ഈ ഏജന്റ് വേണം. പക്ഷെ ഹിന്ദുയിസത്തിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് ഇൻ ബിറ്റ്വീനസ് നമ്മുടെ ഇടയിൽ ഒരു ഏജന്റിന്റെ ആവശ്യമില്ല. നേരിട്ട് പ്രാർത്ഥിക്കാനുള്ളൂ. ഈ ഹിന്ദു മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഒക്കെ ഒരൊറ്റ ഈശ്വരന്റെ മക്കളാണ്. ഈ സൂപ്പർ നാച്ചുറൽ പവർ ഒന്ന് തന്നെയുള്ളൂ. അത് ഹർഷ തിയറി അനുസരിച്ചിട്ട് ഓരോ കൽപ്പത്തിലും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിട്ട് വന്ന് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നത് മാത്രം. അപ്പൊ ആ തിയറിയാണ് നമ്മുടെ ഹിന്ദുക്കള്, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കള് വിശ്വസിക്കുന്നതും പ്രാവർത്തിയാക്കുന്നതും അതാണ്. ഇപ്പൊ ഒരു മറ്റു മതക്കാരോട് അവരവരുടെ സൂക്ഷ്മ ശരീരത്തെ കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ ഒക്കെ പറയുമ്പോ അവർക്ക് അതൊക്കെ നിഷിദ്ധമാണ്. അവരെ അതൊക്കെ വിലക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നാള് ഒരു അപൂർവമായിട്ടുള്ള ഒരു രേഖ കണ്ടു. 1496 കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ക്രിസ്തീയ മതാചാര്യന്മാരുടെ ഒരു യോഗം നടന്നു. ഈ ബിഷപ്പ് ഗ്രേഡിലൊക്കെ ഉള്ളവരെന്ന് തോന്നുന്നുണ്ട്. വീണ്ടും നിന്ന് ഈ രഹസ്യ ചർച്ച എന്തായിരുന്നു വെച്ചാൽ, പുനർജന്മം സിദ്ധാന്തം ഇതിനെ എൻകറേജ് ചെയ്യണോ അതോ ഡിസ്കറേജ് ചെയ്യണോ? ഇതായിരുന്നു ഇത്ര രഹസ്യമായിട്ടുള്ള ചർച്ച. ഇതില് അവസാനം ഇത് വോട്ടെടുപ്പ് വേണ്ടി വന്നു. കാരണം പകുതിയോളം പേരും വിശ്വസിച്ചതും തറപ്പിച്ച് പറഞ്ഞതും ഭാരതീയ വേദാന്തത്തെ കോട്ട് ചെയ്തിട്ടാണ്. അവസാനം ഇതൊരു വോട്ടെടുപ്പ് വേണ്ടി വന്നു. തർക്കവും കാര്യങ്ങളും ഒരാഴ്ചയോളം മൂത്തും അവസാനം ഇതിന് വോട്ടെടുപ്പിൽ വന്നപ്പോ വെറും 4 വോട്ടിനാണ് ഇതിന്റെ ഓർത്തഡോക്സ് വിഭാഗക്കാര് ഈ പ്രമേയത്തെ തള്ളിക്കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കാം, 4 വോട്ട്. എത്രയോ 600-ൽ പരം മതാധ്യക്ഷന്മാരും ആൾക്കാരുകളും കൂടി നിന്നിട്ടുള്ള രഹസ്യ യോഗത്തിൽ ഇത് ഈ വിവരാവകാശ കമ്മീഷൻ വഴി കിട്ടുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലാണ് നടന്നത് 1496. അപ്പോ ഭൂരിഭാഗം പേരും വിശ്വസിച്ചത് ശരിക്കും അവരുടെ വിശ്വാസം ശരിക്കും പുനർജന്മമുണ്ട്, ആത്മാവുണ്ട്, വീണ്ടും ജന്മങ്ങൾ വരുന്നു,
ഈ ഭാരതീയ വേദാന്തികളുടെ തിയറിയാണ്. പക്ഷെ പിന്നീട് വോട്ടെടുപ്പിന്റെ ഘട്ടം വന്നപ്പോ ഇവര് പലരും പ്രസ് ചെയ്തിട്ടും നിർബന്ധിച്ചിട്ടും ഈ വോട്ടെടുപ്പിനെ ജയിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് അവർ ആ സിദ്ധാന്തം തള്ളിക്കളഞ്ഞിട്ട് ഇന്ന് അവരത് കൊണ്ടുനടക്കുന്നത്. അപ്പൊ അവർക്ക് അറിയായിരുന്നു അത് ഓപ്പൺ ആയിട്ടുള്ളൊരു വോട്ടിംഗ് ഇടുകയാണെങ്കിൽ ആ ഓർത്തഡോക്സ് വിഭാഗം തോറ്റുപോകും. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കളുടെ വ്യത്യാസം എന്താ വെച്ചാൽ, നമുക്ക് ഇൻ ബിറ്റ്വീനസ് ഒരു ഏജന്റിന്റെ ആവശ്യമില്ല. നമുക്ക് ഈശ്വരനോട് നേരിട്ട് പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ അമ്പലമുണ്ട്, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നമുക്ക് എവിടെ എങ്ങനെ ഏത് രൂപത്തിൽ വേണമെങ്കിൽ ചെയ്യുമ്പോഴും ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ, നമ്മളൊക്കെ ഈശ്വരാംശമാണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് വരുന്ന ആൾക്കാരുകള് ഇന്ന് ലോക ജനസംഖ്യയിലും ഭൂരിഭാഗം ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുക്കളുടെ ഈ വിശ്വാസത്തിന്റെ ബേസ് തന്നെയാണ്, അതിന്റെ ചുവട് പിടിച്ചിട്ട് തന്നെയാണ് വെസ്റ്റേൺ കൺട്രീസിലത്തെ ഭൂരിഭാഗം ജനങ്ങളും ഈ കാലഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹിമാലയ സാനുക്കളിലേക്ക് വരുന്ന ലക്ഷം വിദേശികള് ഈ ഒരു വിശ്വാസത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു സർവേ പ്രകാരം 2050 ഒരു അനദർ ഒരു 37 വർഷമൊക്കെ കഴിഞ്ഞാൽ ലോക ജനതയുടെ 70% പേരും ഹിന്ദുയിസത്തിൽ വിശ്വസിക്കുന്നവരാണ്. അത്ര മാറ്റങ്ങളാണ് പുറത്തു നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭാരതത്തിന് പറ്റിയ അബദ്ധം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, ഇതിന്റെ പ്രഭവസ്ഥാനായ ഭാരതത്തില് ഇതേക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്ത ഒരു സമൂഹം ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ആർഷഗ്രന്ഥങ്ങളും ആർഷഗ്രന്ഥങ്ങള് ഉപനിഷത്തുകള് ഇത് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കാൻ പോലും നമ്മുടെ ഹിന്ദു സമൂഹത്തിന് താല്പര്യം കുറവാണ്. ഇത് എവിടുന്ന് ഭാഗവതത്തില്, ഇപ്പൊ നിങ്ങൾ ഭാഗവതം നമ്മുടെ സപ്താഹമൊക്കെ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിൽ പറഞ്ഞിട്ടുണ്ട് 1,98,00,000 വർഷങ്ങൾ കഴിഞ്ഞു വേദം ഉണ്ടായി. ഗഹനമായിട്ട് ചിന്തിച്ചു നോക്കണം. 1,98,00,000 വർഷം മുമ്പാണ് വേദം ഉണ്ടായത്. ഇത് സൃഷ്ടിക്ക് ശേഷം ബ്രഹ്മാവ് തന്റെ 7 പ്രജാപതിമാർക്ക് ഉപദേശിച്ചു കൊടുത്താണ്. ഒറ്റ വേദം. ഈ വേദം അന്ന് ഉപദേശിച്ചു കൊടുത്തത് 18 ശാസ്ത്രവിദ്യകളായിരുന്നു. അത് അന്നത്തെ കാലഘട്ടത്തിലേക്ക് സ്യൂട്ടായിരുന്നു, പിന്നീട് വന്ന കാലഘട്ടത്തിലേക്ക് സ്യൂട്ടായി, ഇന്ന് വന്ന ഈ കാലഘട്ടത്തിലേക്ക് സ്യൂട്ടാണ്, ഇനി ഇവിടുന്ന് വരാൻ പോണ കാലഘട്ടങ്ങളിലേക്കും സ്യൂട്ടാണ്. ഇതിലില്ലാത്തത് ഈ ലോകത്തിൽ ഒരൊറ്റ വസ്തുവില്ല കവർ ചെയ്യാത്തത്. സാഹിത്യമാണ്, ഗ്രാമറുണ്ട്, സയൻസ് ഉണ്ട്, ആൾജിബ്ര ഉണ്ട്, ട്രിഗണോമെട്രി, അതിന്റെ എല്ലാ വിഭാഗങ്ങളുണ്ട്, ആറ്റം തിയറി ഉണ്ട്, അൽക്കമി കെമിസ്ട്രി ഉണ്ട്, ഈ ലോഹങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രമുണ്ട്, ജിയോളജി ഉണ്ട്, മറ്റേ സമുദ്രശാസ്ത്രമുണ്ട്, വാനനിരീക്ഷണമുണ്ട്, ഗജശാസ്ത്രമുണ്ട്, ആയുർവേദമുണ്ട്, സർജറിയെ കുറിച്ചുള്ള ശാസ്ത്രമുണ്ട്. എല്ലാ വിധത്തിലുള്ള ശാസ്ത്രശാഖകൾ അടങ്ങിയതാണ് ഈ വേദം. 18 ശാസ്ത്രവിദ്യകൾ. അത് വേദങ്ങളും വേദാന്തങ്ങളും ഉപവേദങ്ങളൊക്കെ ആയിട്ട് പിന്നീട് തിരിവൊക്കെ പിന്നീടാണ് വന്നത്. വേദവ്യാസന്റെ കാലത്ത് ഇതിനെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദമായിട്ട് 4 ബാധിച്ചു. ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കുക ഹിന്ദുക്കള്, അതായത് ബ്രഹ്മാവ് പ്രജാപതിമാർക്ക് ഉപദേശിച്ചു കൊടുത്ത വേദം, അത് ഈ 7 പ്രജാപതിമാര് ഉരുവിട്ട് നിലനിർത്തി. അന്ന് ലിപിയില്ല, സംസ്കൃത ലിപിയില്ല. ഉരുവിട്ട് ഇവര് നിലനിർത്തി. അപ്പോ ഈ ഉരുവിടുന്നത് മുഴുവനും ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വിലയിച്ചു കിടന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെയും എല്ലാവരുടെയും ശബ്ദങ്ങള് കോടി ശബ്ദങ്ങളും ഇവിടെ പതിഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഭൂമിയിലുണ്ട്, ഇതിന്റെ കണങ്ങളിലുണ്ട്. നിങ്ങൾ ഒരു ആയുസ്സിന് മനുഷ്യായുസ് 70, 80, 85, 90 വയസ്സ് വരെ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ
ആ ആളുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് പറഞ്ഞ സംഭാഷണങ്ങൾ മുഴുവനും നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിലെ റെക്കോർഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും തന്നെയല്ല, ഈ സൂക്ഷ്മ ശരീരത്തിലെ ഓരോന്നിനും ഓരോ ക്യാമറ കണ്ണുകളുണ്ട്. ഇതൊക്കെ മോഡേൺ സയൻസ് എത്തിച്ചേർന്ന ഒരു വിഷയം ഞാൻ പറയുന്നത്. ഈ ഓരോ ക്യാമറ കണ്ണുകളിലും ഇത് പരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോ ഒരാളുടെ ജീവിതം 70, 75, 80 വയസ്സ് വരെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ എൻറ്റയർ അഫയേഴ്സ് ആർ ബീയിങ് റെക്കോർഡഡ്. ഇത് റെക്കോർഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. കോടാനുകോടി ട്രാക്കുകളുണ്ട് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ. ഈ ട്രാക്കുകളിൽ ഇതൊക്കെ പതിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഗ്രാമഫോൺ റെക്കോർഡ് വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അതൊന്നും കാണാൻ ബുദ്ധിമുട്ടാണ്. നല്ലുണ്ട് പല സ്ഥലത്തും. ഈ റെക്കോർഡ് വെറുതെ തിരിഞ്ഞാൽ നിന്ന് സൗണ്ട് വരില്ല. ആ സൂചി അതിലേക്ക് ഘടിപ്പിക്കുമ്പോഴേ ഈ ഗ്രാമഫോൺ റെക്കോർഡിന് പാട്ട് കേൾക്കുള്ളൂ. അതേമാതിരി ഈ എണ്ണമറ്റ ട്രാക്കുകളിലെ ഒരു സൂപ്പർ നാച്ചുറൽ സിദ്ധി നേടിയ ഒരു ക്രിയായോഗിക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം, കണ്ടുപിടിക്കാം, എടുക്കാം. സൂചി വെക്കുന്ന മാതിരി. അപ്പോ ഇന്നർ ഇയറില് ഈ ചെവിയല്ല, ഉള്ളിലുണ്ട് ചെയ്യും, സൂക്ഷ്മ ശരീരത്തിലുണ്ട് ചെയ്യും. ഇതിൽ കൂടി ഈ ട്രാക്ക് കേൾക്കാം. ഒരാളുടെ ജന്മം, കഴിഞ്ഞ ജന്മം, അതിനുമ്പത്തെ ജന്മം, അതിന് മുമ്പത്തെ ജന്മം, ഇതൊക്കെ നമുക്കെടുക്കാം. എന്തായിരുന്നു, എവിടെയായിരുന്നു, എത്ര വയസ്സ് വരെ ജീവിച്ചു, എന്തായിരുന്നു, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്കെടുക്കാം. അപ്പോ നമ്മൾ സംസാരിക്കുന്ന ഓരോ സംഭവങ്ങളും ഈ നാദബ്രഹ്മത്തിൽ വിലയിച്ചെടുക്കുന്നുണ്ട്. ഈ നാദബ്രഹ്മത്തിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രജകൾക്ക് സൗണ്ട് ജനിക്കുമ്പോൾ വരുന്നത്. അപ്പം പ്രജാപതിമാര് ഉരുവിട്ട് നിലനിർത്തിയ വേദമന്ത്രങ്ങള് ഇതൊക്കെ അവിടെ വിലയിച്ചു കിടന്നു. പിന്നീട് ഒരു കാലഘട്ടം വന്നു, ഒരു യുഗങ്ങളൊക്കെ കഴിഞ്ഞു. വന്ന ഗ്രേറ്റ് ഋഷീശ്വരന്മാര് തപസ്സിലിരുന്ന്, മെഡിറ്റേഷൻ, തപസ് രണ്ടിന്റെ ഒന്ന് തന്നെയാണ്. ദീർഘകാലം തപസ്സിലിരുന്നിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഏകോപിപ്പിച്ച് ആ ട്രാൻസിലേക്ക് എത്തി ഇതിനൊക്കെ കാച്ച് തീർത്തു. അതാണ് വേദമന്ത്രങ്ങൾ ആരാണ് എഴുതാത്തതെന്ന് എഴുതിയതെന്ന് കാണാത്തതിന്റെ കാരണങ്ങൾ. വേദവ്യാസനം എന്നല്ല വേദമുണ്ടാക്കിയത്, മനസ്സിലായോ? അപ്പോ ജൈമിനി ആയാലും കപിലനായാലും മറ്റവരായാലും ഇവരൊക്കെ അതുകൊണ്ടാണ് ദ്രഷ്ടാക്കള്, മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത്. കണ്ടെടുത്തവരാണ് അവര്, കണ്ടുപിടുത്തവരാണ്, കാച്ച് തീർത്തതാ. അപ്പൊ അവരെന്ത് ചോദിച്ചാൽ അതിനെ ദേവനാഗരി ലിപിയിലേക്കാക്കി. അങ്ങനെയാണ് ഈ വേദം എന്ന് പറഞ്ഞ അമൂല്യ ഗ്രന്ഥം നമുക്ക് കിട്ടിയത്. അപ്പോ ഭാഗവതത്തിൽ പറയുന്ന ആ 1,98,00,000 വർഷം എന്നുള്ള കണക്ക് എക്സാക്ട്ലി ശരിയാണ്. ഇതിന്റെ ഒരു പരീക്ഷണത്തിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. 1978 കാലഘട്ടത്തില് അമേരിക്കയില് അപൂർവമായിട്ടുള്ളൊരു പരീക്ഷണം നടന്നു. ഭാരതീയ സിദ്ധാന്തങ്ങളെക്കുറിച്ചും വേദാന്തങ്ങളെക്കുറിച്ചും നിരവധി പഠനങ്ങൾ നടക്കുന്നത് അമേരിക്ക, പോർച്ചുഗല്, സ്പെയിൻ, കാനഡ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ഈ ഭാരതീയ ഋഷികളുടെ വലിയൊരു പരമ്പരകളുടെ ആശ്രമങ്ങൾ ഇന്നും 100 കണക്കിന് ഈ സ്ഥലങ്ങളിലുണ്ട്. ഇതില് ഒരു ഉരുത്തിരിഞ്ഞു വന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ 1962 വെടിയേറ്റ് മരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ട്, ജോൺ എഫ് കെന്നഡി. ഈ ജോൺ എഫ് കെന്നഡിയുടെ ഇലക്ഷനിയറിംഗ് ടൈം സമയത്ത് ഒരു ടോക്ക്, 43 സെക്കൻഡ് വരുന്നൊരു ടോക്ക് റേഡിയോ കാർബൺ ടെസ്റ്റ് വഴി ഈ സയന്റിസ്റ്റുകൾ വേർതിരിച്ചെടുത്തു. അവരത് ടൈപ്പാക്കി. അപ്പൊ ചിക്കാഗോയില് ഇദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തുന്ന ഒരു ടോക്കിന്റെ 43 സെക്കൻഡ്. അപ്പൊ ഇത് എവിടുന്ന് കിട്ടിയത്? അന്ന് കെന്നഡി ചെയ്തത് 59-ലാണത്. 69, 79, 89 കഷ്ടി 28 വർഷം കഴിഞ്ഞിട്ടാണ് സയന്റിസ്റ്റുകൾ ഇത് കാച്ച് ചെയ്തത്.
ഇന്നത്തെ പോലെ മാധ്യമങ്ങളും മറ്റ് ചാനലുകളൊന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് ഇത് പ്രമുഖമായ രീതിയിൽ പത്രങ്ങളിൽ വന്നു. ഇത് ഓഡിയോ ഒരുപാട് ആൾക്കാരുകൾ കേട്ടു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ന്യൂസും ന്യൂസിന്റെ ഉറവിടവും ഈ റെക്കോർഡ് ചെയ്ത സംഭവങ്ങളൊക്കെ വളരെ അപ്രതീക്ഷിതമായിട്ട് പിൻവാങ്ങി. ആരോ പറയുന്നത് മറ്റു മതത്തിന്റെ മേലധ്യക്ഷന്മാരിടപെട്ട് ഇതിന് മാറ്റി. അതായത് ഈ ഇങ്ങനെ ന്യൂസേ ഇല്ലാണ്ടേക്ക്. അപ്പൊ ഇതൊരു ഒരു എക്സാമ്പിളാണത്. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും. ഈ കോഴിക്കോട് ഭാഗത്തുള്ളൊരു ഡോക്ടർ രാമൻ എന്ന് പറഞ്ഞിട്ട് ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്ന ഒരാളുണ്ട്. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു ഡോക്ടറാണ്. അദ്ദേഹം ഡെർമറ്റോളജി വിഭാഗത്തിന്റെ തലവനായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇപ്പം സിമ്പിൾ മനുഷ്യൻ, ഇന്നും 35 കൊല്ലം മെഡിക്കൽ കോളേജില് പ്രൊഫസറായിട്ട് ജീവിച്ചിട്ട് ഇന്നും ഒരു സ്വന്തം വീട്ടിലെ കക്ഷി. ഈ പെൻഷനും വരുമാനം ഒരൊറ്റ ആളെ കാശ് കൊടുത്ത് മേടിച്ച് ചികിത്സിക്കില്ല. ഹിമാലയത്തിലേക്ക് എല്ലാ വർഷവും പോകുന്നുണ്ട്. വലിയ അങ്ങനെയുള്ള ട്രക്കിങ്ങിനൊന്നും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ചന്ദ്രനാമങ്ങളിലും മറ്റു ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. നന്നായിട്ട് അധ്യാത്മിക പ്രഭാഷണത്തിന് പറ്റിയ ആളാണ്. ഇങ്ങനെയുള്ള നിരവധി പരീക്ഷണങ്ങളെ കുറിച്ച് ഓത്തന്റിക് ആയിട്ട് ഈ ഡോക്ടർക്ക് അറിയാം. ഇതേമാതിരി തന്നെ നമ്മുടെ പന്തളത്ത് ഇവിടത്തല്ലേ ഒരു ഡോക്ടർ നിതീഷ് ഉണ്ട്. യങ് ബോയ്, 28-29 വയസ്സായിരുന്നു. MBBS കഴിഞ്ഞ് ഇപ്പൊ MD ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു എനിക്ക്. ഇദ്ദേഹത്തിന് ഹിമാലയത്തിലെ നാരായണ ഗുരു എന്ന് പറഞ്ഞിട്ടൊരു ഗുരുവിനെ കിട്ടി MBBS പഠിക്കുമ്പോൾ. ഈ ഗുരുവിന്റെ ഉപദേശ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ കിട്ടി. ക്രിയായോഗത്തിന്റെ ഒരുപാട് ഈ ഡോക്ടർ പഠിച്ചു. ലോകത്തിൽ എവിടെയൊക്കെ ഇതുമാതിരിയുള്ള ഈ കണ്ടുപിടുത്തങ്ങളും മറ്റു രീതിയിലുള്ളതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഡോക്ടർക്ക് അറിയാം. അതിനുള്ള ആ നോളജുകളുണ്ട്, അതിൻ്റെ അത് കണ്ടുപിടിക്കാനുള്ള സോഴ്സുകളുണ്ട്. ഈ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് ഈ ഭ്രൂമധ്യത്തിലെ ലെൻസിനെ കുറിച്ച് മോഡേൺ സയൻസിന് അറിയാം. നമ്മുടെ എല്ലാവരുടെയും ഭ്രൂമധ്യത്തില് ഈ ലെൻസ് ഉണ്ട്. നമ്മൾ കുന്നിക്കുരു കണ്ടിട്ടില്ലേ? ഈ കുന്നിക്കുരുവിന്റെ ഒരു കറുത്ത കണ്ണുണ്ട്. അത്രയുള്ളൂ ഈ ചിപ്പ്. ഈ ചിപ്പ് ഒരു ഫൈബറിന്റെ മാതിരിയുള്ളൊരു ചിപ്പാണ്. ഈ ഭ്രൂമധ്യത്തില് ശരിക്കും നമ്മൾ പൊട്ടു തൊടുന്ന ആ ഭാഗത്ത് ഈ ചിപ്പുണ്ട് ഉള്ളിൽ. ഇതിന്റെ ലെൻസിന്റെ പവർ എത്രയാന്ന് കണക്കൂട്ടാൻ പോലും പറ്റുന്നില്ല. ഏത് ലെൻസിന്റെയും എത്ര പോയിന്റ് ഇത് പവർ ഉണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇത് അതുപോലും സാധ്യമാവുന്നില്ല. അത്രയും അപാരമായ പവറാണ് ഈ ലെൻസിന്. ഇത് ഈ ഡോക്ടർ പറഞ്ഞു തന്ന എന്നോട്. ഇതിനെക്കുറിച്ചുള്ള ഓത്തന്റിക് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ നടന്നതിന് ശേഷമാണത്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി, പിന്നെ നിങ്ങളോട് പറഞ്ഞു തന്നു, കോടാനുകോടി ട്രാക്കുകൾ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്, സൂക്ഷ്മ ശരീരത്തിൽ. ഇനി ന്യൂറോണുകളുടെ കാര്യം പറഞ്ഞാൽ ബ്രെയിനില് മെമ്മറി പാറ്റേൺ, ഓർമ്മകളുടെ സംഘാതം 20 മുതൽ 25 ട്രില്യൺ മെമ്മറീസ് കീപ്പ് ചെയ്തൊരു ബ്രെയിനാണ് നമ്മുടെ. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ അത്രയെന്ന് നിങ്ങളൊന്ന് കണക്കൂട്ടി വെക്കും. പറഞ്ഞ ഒരു കടലാസിന്റെ അറ്റത്ത് നിന്ന് ഇങ്ങനെ എഴുതിയാൽ തീരില്ല ട്രില്യൺ, 0. അങ്ങനെ 20-25 ട്രില്യൺ മെമ്മറീസ് ഒരു കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്ത പോലെ നമ്മുടെ ഈ ന്യൂറോണുകളിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂറോണുകൾ നശിച്ചു പോകും. ഈ സഞ്ചി, ആ ഉറ നശിച്ചു പോകും. അഗ്നിക്ക് കൊടുക്കുമ്പോൾ അത് പോകും. പക്ഷേ ഈ ഓർമ്മകൾ അത്രയും ഒരു കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്ത പോലെ ആ മെമ്മറി പാറ്റേൺ അങ്ങനെ മാറിപ്പോകുന്നതായിട്ട് സയൻസ് കണ്ടെത്തി. ഭാരതീയ പുനർജന്മ സിദ്ധാന്തത്തിന് ആദ്യം മുതലേ എതിർത്ത് വന്നിരുന്നവര് ഈ പുനർജന്മത്തിന്റെ ഈ വിഷയമായിരുന്നു. ഇപ്പൊ അവര് അതിനെ അടിവരയിട്ട് എഗ്രി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിപ്പോ. അപ്പൊ ഒരു കാര്യം ആലോചിച്ച് നോക്കി, സയൻസ് കണക്കൂട്ടി നോക്കി, ഒരാളുടെ ജീവിതകാലത്തിലെ എത്ര മെമ്മറീസ് കീപ്പ് ചെയ്യാൻ പറ്റും, എത്ര ഓർമ്മകൾ കീപ്പ് ചെയ്യാൻ പറ്റും സ്ഥായി ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മളിന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരാളെ കണ്ടു, അതൊന്നും സ്ഥായി ആയിട്ടുള്ള മെമ്മറി അല്ല.
ഓർമ്മയിൽ നിൽക്കാവുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തില് ഒരു മിനിറ്റില് മാക്സിമം നമ്മുടെ ബ്രെയിനിന് സ്റ്റോർ ചെയ്യാൻ പറ്റുക 125 മെമ്മറി ബിറ്റുകളാണ്. സയൻസ് കണക്കൂട്ടി നോക്കിയപ്പോൾ 125 മെമ്മറി ബിറ്റ്. മൈക്കില്ലാതെ പറഞ്ഞാൽ കേൾക്കോ? ഓക്കെ. അപ്പൊ ഒരു മിനിറ്റില് 125 മെമ്മറി ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സ്റ്റോർ ചെയ്യാം. അപ്പോ ഒരാളുടെ ആയുഷ്കാലത്തിൽ എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ള അറിയാം. അപ്പൊ നോക്കുമ്പോ ഈ 20 25 ട്രില്യൺ മെമ്മറീസിന്റെ ഒന്നും 1000-ൽ അംശം പോലും ആവുന്നില്ല. അപ്പൊ എത്ര ജന്മത്തിലത്തെ ഓർമ്മകളാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഓരോ ജന്മത്തിലത്തെയും അംശങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതാണ് ക്രിയായോഗത്തിലെ പ്രാവീണ്യം നേടിയ ഒരു യോഗിക്ക് ഈ മെമ്മറി ചിപ്പുകൾ തുറക്കാം. ഇതൊക്കെ ചിപ്പിട്ട് മാതിരി അടച്ചിക്കണത്. അപ്പോ കഴിഞ്ഞ ജന്മത്തിലത്തെ, അതിന്റെ മുമ്പിലത്തെ, അപ്പൊ അതിന് ഒരു ഓഫീസില് ഫയല് കോൺഫോർ ചെയ്യണ മാതിരി ഇപ്പോ AB1C ഫയല് വേണമെന്ന് പറഞ്ഞാൽ ഒരു പ്യൂൺ ടീം ചിലരെടുത്തോണ്ട് വരും. അതേമാതിരി ഒരു യോഗിക്ക് ഇത് കോൺഫോർ ചെയ്യാം. അപ്പോ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന്റെ ഇത്തരം സിദ്ധികളെ കുറിച്ചൊക്കെ ഭാരതീയ വേദാന്തികൾ എന്നേ ആയിരക്കണക്കിന് 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞതാണ്. ഇത്രയും അവരന്ന് ഈ 30 ട്രില്യന്റെ കണക്കാണ് അന്ന് ഭാരതീയ നമ്മുടെ ഋഷിമാര് പറഞ്ഞത്, ഈ ഓർമ്മകളുടെ സംഘാതം. അപ്പൊ ഇത്രയും അധികം ഓർമ്മകൾ കീപ്പ് ചെയ്ത് വയ്ക്കുന്ന ഒരു മനുഷ്യൻ, ഇത്രയും അധികം ട്രാക്കുകള് സൂക്ഷ്മ ശരീരത്തില്. അപ്പൊ നിസ്സാരനാണ് നമ്മളെങ്കിലും ഇതൊക്കെ ഈ സൂപ്പർ നാച്ചുറൽ ഈശ്വരൻ എന്ന അപൂർവമായിട്ടുള്ള ആ ശക്തിയുടെ പരീക്ഷണ ശാലകളാണ് നമ്മൾ ശരിക്കും. അങ്ങനെയാണ് അതിനെ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഈശ്വരൻ നമ്മൾ തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചിലര് എതിർത്ത് സംസാരിക്കുന്നവര്. ഇപ്പൊ നമ്മൾ വിളിച്ചു കൃഷ്ണ, ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ ശിവ ശിവ, പരമശിവ എന്നൊക്കെ വിളിച്ചത് കേൾക്കുന്നുണ്ടോ? നമ്മളെ കുറിച്ച് പ്രാർത്ഥിച്ച അങ്ങവരറിയോ എന്നൊക്കെ സംശയം മാതിരിയും കുറച്ചൊക്കെ വിമർശനാത്മകമായ രീതിയിൽ ചോദിക്കുന്നവരുണ്ട്. ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഈ ഭൂമിയിലുള്ള 700-750 കോടി ജനങ്ങളുടെ ബയോഡാറ്റ ഒന്നും ഈ ഈശ്വരന്റെ കയ്യിലുണ്ടാവില്ല എന്ന് നമുക്ക് അറിയാം. കാരണം ഭൂമി മാത്രമല്ല മനുഷ്യന്റെ തലം. മനുഷ്യന്റെ നമ്മൾ എന്ത് കാണുന്ന രീതിയിൽ ഇത് വേറൊരു രൂപത്തില്. അതേക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ഭൂമിയെ കുറിച്ച് ഏറ്റവും അധികം ഭ്രമിച്ചു പോയതുകൊണ്ടാണ് നമുക്ക് ഈ തകരാറ് പറ്റുന്നത്. സപ്തസമുദ്രങ്ങള്, ഓസ്ട്രേലിയ തൊട്ട് ന്യൂയോർക്ക് വരെ കിടക്കുന്ന സ്ഥലം, ഇത്രയും വലിയൊരു സ്ഥലം, ഇതിൽ 700-750 കോടി ജനങ്ങള്, 15 കോടി കിലോമീറ്റർ അകലെ ഒരു സൂര്യൻ നിൽക്കുന്നു. 15 കോടി. നമ്മുടെ വിസ്മയം. ഈ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഋതുക്കളെ സംരക്ഷിക്കുന്നു, നമുക്ക് അന്നം ഉണ്ടാവുന്നു, അന്നത്തുനിന്ന് പ്രജകൾ ഉണ്ടാവുന്നു. അങ്ങനെ ആ സൈക്കിൾ ഇങ്ങനെ നടക്കണം. സൂര്യൻ എന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസത്തിന്റെ അടുത്തേക്ക് അതിൻ്റെ ഒരു 1000 കാതം അടുത്ത് പോയിട്ട് അതിൻ്റെ ഒന്നും ഒരു ചിന്തിക്കാൻ പോലും പറ്റില്ല സയൻസ്. 14-15 കോടി കിലോമീറ്ററാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ അപ്പം തന്നെ ആലോചിച്ച് നോക്കുക. ഈ ബ്രഹ്മാണ്ടത്തിന്റെ മറ്റേ ഭാഗത്ത് നിന്നുള്ള സൂര്യന്മാരെ കണക്കാക്കിയാൽ നമ്മുടെ സൂര്യൻ ഒരു മിന്നാമിനുങ്ങിന്റെ അത്രേ ഉള്ളൂ. ഇതിനേക്കാളും 10,000-കണക്കിന് ഇരട്ടി വലുപ്പമുള്ള നിരവധി സൂര്യന്മാരുണ്ട്. ഒന്നല്ല, രണ്ടല്ല, 100 അല്ല, 1000-കണക്കിനുണ്ട്. ഈ സൂര്യനിലേക്ക് 15 കോടി എന്ന് എളുപ്പം പറയാം. അവിടേക്കോ കോടാനും 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 കോടി 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 ട്രില്യൺ എന്ന് പറഞ്ഞാലും തീരില്ല. ഗാലക്സികൾ എത്ര 1000-കണക്കിന് 10,000-കണക്കിന് ഗാലക്സികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വലിയൊരു ബ്രഹ്മാണ്ഡ
ബ്രഹ്മാണ്ട് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ് ഈ നമ്മുടെ ഹിന്ദു ഗ്രന്ഥങ്ങളിലും മതഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന ഈ ശക്തികൾ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഭൂമിയെക്കാളിൽ ഒരു 10 കോടിയൊക്കെ വലിപ്പമുള്ള ഗ്രഹങ്ങൾ ഏതെങ്കിലുമൊക്കെ മൂലയിലുണ്ടാവും. നമ്മളെക്കാളിലും സംസ്കൃതി പ്രാപിച്ചൊരു ജനം അവിടെ ഉണ്ടാവും. ഇതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയില് ഉദ്ധരേത്തുദ്ധരാത്മാനാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. ഭഗവത്ഗീതയില് അർജുനോട് പറയുന്നു, നീ ഈ തലത്തിൽ കിടന്ന് കുടുങ്ങാതെ ഉയർത്തിക്കൊണ്ടുപോകുന്നു മുകളിലോട്ട്. ഈ മോക്ഷം, സാക്ഷാത്കാരം, മോക്ഷം എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മത്തിൽ ലയിക്കുക എന്നൊക്കെ പറയുന്നതിന് മുമ്പും ഘട്ടങ്ങളുണ്ട് എന്ന് ന്യായമായിട്ടും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനേക്കാളും ഒരു അപ്ലിഫ്റ്റ്മെന്റ്, ഒരു ഉയർച്ചയുള്ള ജന്മങ്ങളിലേക്ക് പോകാനാ പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു കടുത്ത പരീക്ഷണശാലിയായി പോയി ഭൂമി. ഇതിന്റെ സ്ഥാനം ഈ കോസ്മോസിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ മണൽത്തരിയോട് അത്ര പോലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള തലങ്ങളില് എവിടെയോ ഉള്ള ഒന്നിന്റെ ട്രൂ കോപ്പിയാണ് നമ്മള് എന്ന് ഭാരതീയ വേദാന്തികൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എവിടെയുള്ളതിന്റെ ഒരു ട്രൂ കോപ്പി ഉണ്ട്. അല്ലാണ്ട് ചാൾസ് ഡാർവിന്റെ അതൊക്കെ തള്ളിപ്പോയി വഴിയില്ലേ, കണ്ടില്ലേ കാലഘട്ടം വരുമ്പോ? അതൊന്നും ഇല്ല സംഭവം. ഈ സൃഷ്ടി അത്രയും അപാരാണ് ആ ഈശ്വരന്റെ ആ കൈമിനുക്ക്. ഈ നമ്മളിപ്പോ വിളിക്കുമ്പോ വിളി കേട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അതിലൊരു ഒരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ, ഈ വലിയ വലിയ തോട്ടങ്ങളിലും വിജനായ സ്ഥലങ്ങളിലൊക്കെ 8 വല കെട്ടിയിട്ട് ഇരിക്കണമെന്നാണ്. വലിയ വല കെട്ടിയിട്ട് അതിൻ്റെ ഒരു മൂലയില് വലിയ 8 ഇരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇങ്ങേ അറ്റത്ത് വീഴുന്ന അതിന്റെ കണ്ണികളില് ഒരു കുഞ്ഞ് കീടം വീണാൽ അദ്ദേഹത്തിനറിയാം, അപ്പറിയാം. കാരണം അത് കണ്ണുകൊണ്ട് കണ്ടിട്ടല്ല, അവിടെ ഉണ്ടാവുന്ന ആ ചലനം, തരംഗം അപ്പ കഴിച്ച്. പിന്നെ മൂപ്പര് അവിടുന്ന് എല്ലാം ഇറങ്ങി വന്ന് അതിന് ശാപ്പെടും. ഇതേമാതിരി നമ്മളുടെ സൂക്ഷ്മ ശരീരത്തില് എല്ലാ സംഭവങ്ങളും റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. എല്ലാ സൗണ്ടുകളും ഇവിടെ ലയിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും ഓരോ കാര്യങ്ങളും ഈ സൂപ്പർ നാച്ചുറൽ പവറിന്റെ, ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മളൊന്ന് വിരലമർത്തിയ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഉപമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പവറുള്ള ഒരു കമ്പ്യൂട്ടറില് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ കണങ്ങള് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഫീഡ്ബാക്ക് കിട്ടും. അല്ലാണ്ട് ഈ 750 കോടി ജനങ്ങളുടെ ജാതകവും ബയോഡാറ്റയും ഒന്നും വെച്ച് ഫയലാക്കിയിരിക്കുന്നു വേണ്ട. ഇതൊക്കെ അപ്പറിയാം. നമ്മുടെ മരണം കഴിഞ്ഞു, ആ ഫീഡ്ബാക്ക് അപ്പ കിട്ടി, അപ്പ വെച്ചു വേറെ ജന്മം എന്താ, ഏതാണ്, മുകളിലാണോ താഴെയാണോ. ഇതിനൊന്നും ഒന്ന് എന്ന് പറയുന്ന സൗണ്ട് സമയം പോലും വേണ്ട. അത്ര ദ്രുതഗതിയിലാവും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മള് പഴയകാലത്ത് മുത്തശ്ശിമാരൊക്കെ അങ്ങനെ പറയും, നല്ലത് ചെയ്തോളോട്ടോ, ഇതൊക്കെ കാണാൻ ഒരാളുണ്ട് മുകളിൽ എന്നൊക്കെ അവരിതൊന്നും അറിഞ്ഞിട്ട് പറയണതല്ല. മനസ്സിലായി? എക്സാക്ട്ലി അത് ശരിയാണ്. ഇതാണ് ഞാൻ ആ ഡോക്ടർ ബ്രിയാൻ വീസിന്റെ പഠനങ്ങള് ഈ 3ാമത്തെ ബുക്കിൽ കൊടുക്കാൻ കാരണം. ആത്മാവിനെ കുറിച്ചും മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചും മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും ഗഹനമായ രീതിയിൽ മോഡേൺ എഡ്യൂക്കേഷൻ നടത്തിയ ഒരു ഡോക്ടറാണ് അങ്ങേര്. മനസ്സിലായി? അപ്പൊ നമ്മള് നിസ്സാരന്മാരല്ല മനുഷ്യൻ, ഈശ്വരാംശമാണ് നമ്മൾ ഓരോരുത്തരും എന്നറിയുമ്പോ തന്നെ അതെത്ര ഗ്രേറ്റാന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ സൃഷ്ടിയിലും ഈശ്വരന്റെ കയ്യൊപ്പുണ്ട്. ഈ ചിന്ത മനസ്സിലുണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളില് ഈ പരസ്പരം അസൂയ, അന്യോന്യം ശത്രുത, അന്യോന്യം കാലുവാരല്, ഇങ്ങനെയുള്ള ഈ പീഡനങ്ങള്, കളവ്, മോഷണം, ഇതിനൊക്കെ കുറവ് വരും. മനസ്സിലായി? അപ്പൊ അതാണ് ഈ ജ്ഞാനത്തിലേക്ക് എത്തുമ്പോഴേ എല്ലാ തരത്തിൽ നിന്നുള്ള ഈ വിജ്ഞാനങ്ങളും കൂടി ഫോക്കസ് ചെയ്ത് വരുമ്പോ, അതുകൊണ്ടാണ് ഈ ഗ്രേറ്റ് ആയിട്ടുള്ള ഋഷികള്, ഇപ്പൊ ഈവൻ നമ്മുടെ രമണ മഹർഷി വരെ പറയുന്നത്
അവനവനിലേക്ക് തന്നെ നോക്കുക. ലുക്ക് ടു യുവർ സെൽഫ് ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഹൂം. ആരാണ് നമ്മൾ? എന്താണ് ഇതിന് ഈ ക്രിയായോഗികൾക്ക് മാത്രം ഇത് സാധ്യമാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് സാധ്യമാവില്ല എന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് മുഴുവനാക്കിയില്ല. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്തെങ്കിലും ഇത് കേൾക്കുന്നുണ്ടാവോ എന്ന് നമുക്ക് മാത്രം എത്ര അധോഗതി, എന്ന് നമുക്ക് മാത്രം ദില്ലിയിലോ നമുക്ക് എത്ര സൗകര്യം, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കാം. എവിടേക്കോ ജീവിച്ച് വന്നതിന്റെ ശിഷ്ടമാകാണ് ഇവിടെ ഈ രംഗം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു ഫൈനൽ അസസ്മെന്റ് അല്ല, ഇതൊക്കെ ഇതിന് മുമ്പിൽ തന്നെ ബാക്കിയാണ്. ഭാരതീയ വേദാന്തികളൊരു കാര്യം അസെൻഡിംഗ് പറഞ്ഞു. അതായത് ഇവിടെ എല്ലാം ക്യാരി ഫോർവേഡും ബ്രോഡ് ഫോർവേഡാണ്. നോക്കുമ്പോ ഇന്ന് ശരിക്കും ആ രീതിയിൽ നോക്കുമ്പോ അക്ഷരം പ്രതി അത് ശരിയാണ്. ഓരോന്നും നമ്മള് കർമ്മഫലങ്ങൾ അനുഭവിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ കടം പറ്റുന്നത്. വിമർശന ബുദ്ധിയോടുകൂടി നോക്കുന്നവര് പറയും, എല്ലാവരും ഈശ്വരന്റെ മക്കളാണെങ്കിൽ എന്താണ് ഈ ചേരിയിൽ താമസിക്കുന്നു, മാറാരോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നു, അന്നത്തിന് ബുദ്ധിമുട്ടില്ലാണ്ട് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു, ഒരു കൂട്ടര് പഞ്ചനക്ഷത്ര സൗകര്യമുള്ള വീടുകളിൽ താമസിക്കുന്നു, കാറിൽ പോകുന്നു, പണം കുമ്പാരം കൊടുക്കുന്നു. അപ്പൊ എല്ലാവരും ഈശ്വരന്റെ മക്കളാണെങ്കിൽ ഇതൊക്കെ സമം സോഷ്യലിസ്റ്റ് അല്ലേ വേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോ ഇതിന്റെ ഉത്തരം ഇതാണ്: ഈ ഭൂമി ആത്യന്തികമല്ല, ഇതൊരു വേറെ പരീക്ഷണശാലയുടെ വേറൊരു സ്ഥലമാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നാടകത്തിന്റെ ഒരു രംഗം അഭിനയിക്കാൻ വന്നവരാണ് നമ്മൾ. ഒറ്റ രംഗം, ആ രംഗം അവസാനിപ്പിച്ചു പോകുന്നു, അടുത്ത വർഷക്കാര് വരണ മാതിരി വീണ്ടും വരുന്നു. അങ്ങനെ ഒരു ലോങ് പ്രൊസീജിയർ, ഒരു സുദീർഘമായിട്ടുള്ളൊരു പരമ്പരകളുടെ കണ്ണികളാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബോധം നമ്മൾ ഉണ്ടാവുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓട്ടോമാറ്റിക്കായിട്ട് ഈ വക കലുഷിതമായ മനസ്സ് മാറിക്കിട്ടും. ഈശ്വരൻ നമ്മളെ വിളി കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ഓരോ സംഭവങ്ങളും നമ്മൾ മന്ത്രിക്കുന്നതായാലും ചിന്തിക്കുന്നതായാലും വരെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ റെക്കോർഡ്. നമ്മൾ ഈശ്വരനെ വിളിച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടാവും. അപ്പൊ അതിലെന്ത് വേണമെന്ന് വെച്ചാൽ, അപ്പൊ അതിൽ വെറുതെ വായോണ്ട് ഓ കൃഷ്ണ, ഗുരുവായൂരപ്പ, ശിവശിവ, അമ്മേ, ഇതൊന്നും അങ്ങനെയല്ല. മെയ്ക്ക് ഏകാഗ്രത, കോൺസെൻട്രേഷൻ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ഇന്നത്തെ കാലത്ത് പറ്റാണ്ട് പോയിരിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം അതാണ്. ഇപ്പോ ഞാൻ എന്റെ ടെക്സ്റ്റുകളിലും ബുക്കുകളിലൊക്കെ 4 ബുക്കുകളിലും ക്രിയായോഗത്തെക്കുറിച്ചും അതറിയുന്ന ആചാര്യന്മാരെ കുറിച്ചും അതിന്റെ പ്രാക്ടീഷണേഴ്സിനെ കുറിച്ചും വിവിധ രീതിയിലുള്ള അനുഭവ സാക്ഷ്യപത്രങ്ങൾ അവിടെയൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു ചുരുങ്ങിയ വിഭാഗത്തിന് മാത്രമേ സാധ്യമാവുള്ളൂ. നമ്മൾ സാധാരണക്കാർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇതിൽ ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ മറുപടി അതാണ്. ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് വരാൻ അർജുനോട് പറഞ്ഞ വിഷയമാണ് ആധ്യാത്മികം ടു വിസ്ഡം. നീ വിജ്ഞാനത്തിലേക്ക് വാ. അറിവിലേക്ക് വരാനല്ല, നോളജിലേക്ക് വരാനല്ല പറഞ്ഞേ. ഈ വിജ്ഞാനത്തിലേക്ക് വരുമ്പോഴേ നമുക്ക് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഇത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ പരിശ്രമം വേണം. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ കലം, ചട്ടി, കൂജ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വർഗ്ഗക്കാരുണ്ട്. ഞങ്ങളുടെ അവിടെയൊക്കെ അതിന് കുമ്പാരന്മാരെന്നാ പറയാം. ഈ കണ്ടിട്ടില്ലേ ചട്ടി, കലം ഒക്കെ എന്നിട്ട് തീയില് വെച്ച് ചുട്ട് അതിന് പാത്രങ്ങളായിട്ട് കൊണ്ടുവരുന്നത്. ഇവരുടെ വീടിന്റെ മുറ്റത്ത് കളിമണ്ണ് കൊടുന്നിങ്ങനെ കുന്നുകൂട്ടിയിട്ടുണ്ടാവും. അത് മഴയും വെയിലും ഒക്കെ കൊള്ളും, ഇങ്ങനെ ഒലിച്ച് കുറെയൊക്കെ പരന്നു കിടക്കും. ഇതിൽ നിന്ന് ഒരു 2-3 കൈക്കോട്ടുകൊണ്ട് കളച്ചെടുത്ത്, തൂമ്പോണ്ട് കളച്ചെടുത്ത് ഉരുളയാക്കി ചവിട്ടി കുഴച്ച് ഇതിനൊരു ഉരുളയാക്കും. എന്നിട്ട് അവരുടെ ഒരു വീലുണ്ട്, ഒരു ചക്രം. ആ ചക്രത്തിലേക്ക് വെക്കുമ്പോഴേ ഇതിനേത് രൂപമാവണം എന്നുള്ള അപ്പളെ തീരുമാനിക്കാം. കൂജയാവണോ, കലാവണോ, ചട്ടിയാവണോ,
അപ്പോഴാണ് അതിന്റെ ആ ഡിസൈഡിങ് ഫാക്ടർ. അപ്പോഴാണ് ആ ചക്രത്തിൽ വെക്കുമ്പോഴാണ് ഈ സ്പ്രെഡ് ചെയ്ത് എടുക്കുന്ന ഈ മണ്ണ്, കളിമണ്ണ്, അതേമാതിരിയാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തില് നമ്മുടെ എനർജി മോളിക്യൂൾ സിസ്റ്റം കിടക്കുന്നത്. ഒരു ഷേപ്പില്ലാതെ ഇങ്ങനെ ഉരുണ്ട് ഒരു പകുതി ഇങ്ങനെയൊക്കെ അതിന് നമ്മുടെ മോഡേൺ ചിത്രകാരന്മാരൊക്കെ വരയ്ക്കണമാതിരി ഇങ്ങനെ അങ്ങനെയൊക്കെ ചില സ്പ്രെഡിങ് രൂപത്തിലാണ് നമ്മുടെ ഈ സൂക്ഷ്മ ശരീരം സാധാരണക്കാരിൽ ഉണ്ടാവുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ മാതിരി, നമ്മൾ അതിനെ അറ്റ്ലീസ്റ്റ് നമ്മുടെ നിഴൽ രൂപത്തിലാക്കാം. ഒരു തല, കഴുത്ത്, ചെസ്റ്റ്, ബോഡി, കയ്യ്, കാല്. അപ്പോഴാണ് നമ്മുടെ നിഴൽ രൂപമാവുക. ഈ നിഴൽ രൂപമാവുമ്പോൾ മാത്രമേ ഈ ക്രിയായോഗ അഭ്യസിക്കുന്ന ഒരാൾക്ക് ആ ആധാരചക്രങ്ങളും മർമ്മങ്ങളും കംപ്ലീറ്റ് ആ പൊസിഷനിലേക്ക് വരുള്ളൂ. ആ പൊസിഷനിലേക്ക് വന്നാൽ മാത്രമേ ഈ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ക്രിയായോഗത്തിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു വന്നത് ഏകാഗ്രത ഉണ്ടാക്കാനാണ്. എല്ലാവർക്കും ഇത് സാധ്യവും, ഒരാൾക്കും സാധ്യമാവാതിരിക്കുന്ന വിഷയമല്ലാതെ. ബട്ട് ട്രൈ ചെയ്യണം. അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യനുണ്ടാവുന്ന വിഷയം എന്താ വെച്ചാൽ, അവിടെ വീട്ടില് കുട്ടികളെന്തായോ, നേരെ വൈകിയ ബസ് കിട്ടുമോ, ഇന്നലെ ഓഫീസിൽ എന്തുണ്ടായി, ഇന്നലെ സ്കൂളിൽ എന്തുണ്ടായി, ബിരിയാണി അമ്മ വന്നിട്ട് എന്ത് വർത്താനം പറഞ്ഞു. ഇങ്ങനെ മെമ്മറി ബിറ്റുകളാണ് അവിടെ മുമ്പിൽ നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സിലായി. മനസ്സിലായി? അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് സൃഷ്ടിയിൽ അങ്ങനെയാണത്. ഇതിങ്ങനെ സ്ട്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓരോന്നും നാമം ചെല്ലാനിരിക്കുമ്പോഴും അപ്പോഴും വേറെ ചിന്തകൾ വന്ന് നമ്മളെ കീഴടക്കും. ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഒരാളീ കുറ്റം പറയാനല്ല ഞാൻ പറഞ്ഞത്, സ്വാഭാവികമാണ്. ഈ മെമ്മറി ബിറ്റുകളെ ഒരു ഏകാഗ്രതയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഭ്രൂമധ്യത്തില് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രൂപം പ്രദർശിപ്പിക്കാം. പരമശിവനോ, ശ്രീകൃഷ്ണനോ, ദേവിയോ, ഗണപതിയോ, ധർമ്മശാസ്ത്രമോ, അയ്യപ്പനോ, ആരോ ഒരു രൂപം, നമ്മൾ കണ്ട ചിത്രമോ പടമോ അല്ലെങ്കിൽ ഒരു വിഗ്രഹ രൂപമോ കണ്ണടച്ച് ഇവിടേക്ക് കൊണ്ടുവരാം. എളുപ്പം പറ്റും. ചമ്രം പടിഞ്ഞിരിക്കുക, ഈ രൂപം ഇവിടേക്ക് കൊണ്ടുവരിക. അതായത് തെന്നിപ്പോകുമ്പോ ഒക്കെ മാറിക്കൊണ്ടിരിക്കും. വേറെ ചിന്ത വന്നു, അപ്പോഴേക്കും അവിടുത്തെ മറ്റൊരു ഫോൺ ചെയ്ത് അതൊക്കെ വരും. വീണ്ടും അതിലേക്കന്നെ വരിക, വീണ്ടും അതിലേക്കന്നെ വരിക. ഒരു 6 മാസത്തോളം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ പ്രാക്ടീസ് തുറന്നുകൊണ്ടിരുന്നാൽ ഈ ഇരുന്നു കഴിഞ്ഞാൽ ഇത് മാത്രവുമില്ല. അതാണ് ഇതിന്റെ ആചാര്യന്മാർ പറഞ്ഞത്. സർവേ മനോ നിഗ്രഹ ലക്ഷണാന്ത പരോഹി യോഗോ മനസ സമാധി അവസ്ഥയിലേക്ക് എത്തിക്കണം. ഈ രൂപം ഉറയ്ക്കണം. ഒരൊറ്റ വേറെ ബിറ്റ് ഓഫ് മെമ്മറീസും വരാത്ത വിധത്തില് ഇത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാവുന്ന അനുഭവം നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് കാതുകൾ അടയും. ഒരു ശബ്ദവും കേൾക്കില്ല. മൈക്ക് വെച്ചോട്ടെ, അപ്പുറത്ത് ലേളിതായിക്കോട്ടെ, അപ്പുറത്ത് കുട്ടികൾ വർത്തമാനം പറഞ്ഞോട്ടെ, ഇതടഞ്ഞു പോയി. അടുത്ത ഇന്ദ്രിയം നമ്മളെ ടച്ച് ചെയ്തറിയില്ല. ഇപ്പൊ കൊതു കടിച്ചു, അല്ലെങ്കിൽ ഈച്ച വന്നിരുന്നു, ഒരാൾ വന്ന് തോണ്ടി, അറിയില്ല. അപ്പം ഇന്ദ്രിയ നിഗ്രഹം തിരികെ എത്തി നമ്മൾ. കാരണം വായം പൂട്ടിയിട്ടിരിക്കുന്ന കാരണം സംസാരിക്കുന്നില്ല. കണ്ണ് 95% അടച്ചിരിക്കുന്ന കാരണം കാഴ്ചയില്ല. ചെവി അടഞ്ഞുപോയി, സ്പർശനം അറിയുന്നില്ല, ബുദ്ധി കുറച്ചു. ഇതാണ് ഇന്ദ്രിയ നിഗ്രഹം. ഇന്ദ്രിയ നിഗ്രഹം വന്നു കഴിഞ്ഞിട്ട് ദിവസങ്ങളും പിന്നെയും ട്രൈ നമ്മൾ ഒന്നും പിന്മാറുന്നില്ല. ഓരോ ദിവസവും അനുഷ്ഠാനങ്ങൾ കൂട്ടി വരുമ്പോൾ അടഞ്ഞുപോയ എക്സ്റ്റേണൽ ഇയറിന് പകരം ഇന്നർ ഇയർ, ആന്തരിക ശ്രവണേന്ദ്രിയം തുറക്കും. അപ്പോഴാണ്
നമ്മള് ഈ ഈശ്വരൻ എന്നുള്ള സൂപ്പർ നാച്ചുറൽ പവറിനെ നമ്മൾ നമിച്ചു പോവാണ്. കാരണം ഇന്നർ ഇയറിൽ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിന്റെ സ്പന്ദനങ്ങളാണ്. അതിലേത് വേണയോ, സംഗീതത്തിന്റെ ആവാം, സംഗീതത്തിന്റെ വീണയോ മറ്റേ സപ്തസ്വരങ്ങളിലോ ഏതെങ്കിലുമൊക്കെ ആവാം. തന്നെയല്ല, നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിന്റെ സ്പന്ദനാവസ്ഥ കേൾക്കാം. ഒരു ഡോക്ടറുടെ സ്റ്റെത്തോസ്കോപ്പ് കൊണ്ട് നമ്മൾ ഇവിടെ വയ്ക്കുമ്പോൾ ഹൃദയം പിടിക്കുന്ന ശബ്ദം കേൾക്കുന്ന പോലെ നമ്മുടെ ഇന്നർ ഇയറിലെ ആന്തരിക ശ്രവണേന്ദ്രിയത്തിലെ ഈ സൂക്ഷ്മ ശരീരത്തിന്റെ ഈശ്വരാംശമായ ഈ സൂക്ഷ്മ ശരീരത്തിന്റെ സ്പന്ദനങ്ങൾ കേൾക്കാം. അവിടെയാണ് നമ്മൾ ഹാർട്ട് ബീറ്റിങ്ങില് ഓംകാരം കേൾക്കുക. ആ സ്പന്ദനത്തിലാണ്. ചിലപ്പോ വീണയുടെ എന്നുള്ള ആ ഒരു ധ്വനി കേൾക്കാം. അങ്ങനെ സൂക്ഷ്മ ശരീരത്തിന്റെ സ്പന്ദനത്തിന്റെ ഓരോ സൗണ്ടുകളും നമ്മൾ കേട്ടുകൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വന്നാൽ ഈ ഭ്രൂമധ്യം ഒരു 1 ഇഞ്ച് സ്ക്വയറില് പ്രകാശിക്കും. ആ പ്രകാശിക്കുമ്പോ ഒക്കെ നമ്മള് കോൺഷ്യസ് ആണ്, നമ്മള് ബോധമുണ്ട് നമുക്ക്. ബട്ട് വേറൊരു തലത്തിലാണ് നമ്മൾ. ആ ചിത്തം, അന്ധകരണം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ വസ്തുത, ആ അവയവങ്ങള് ഇതൊക്കെ സൂക്ഷ്മ ശരീരത്തിലാണ്. ഒരു കാര്യം നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ക്രിയായോഗ സംബന്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ 20% മാത്രമേ നമ്മുടെ ഫിസിക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് വന്നു. ബാക്കി 80% ഈസ് വിത്തിൻ യുവർ ന്യൂക്ലിയർ ബോഡി. സൂക്ഷ്മ ശരീരത്തിലാണ് ബാക്കി 80%. ക്രിയായോഗം പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ട് ആൾക്കാരെ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി അവിടെ സന്യാസിമാര് നടക്കണ മാതിരി ഇതൊരു പറ്റിക്കൽ പ്രസ്ഥാനമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഇവർക്ക് ഈ സൂക്ഷ്മ ശരീരത്തിന്റെയും ഫിസിക്കൽ ബോഡിയുടെയും വ്യത്യാസം പോലും ഇവർക്ക് അറിയില്ല. ഇവരൊന്നും ഇന്ദ്രിയ നിഗ്രഹം വന്നവരല്ല. മനസ്സിലായ വെറുതെ ആചാര്യന്മാരാണ് എന്നിട്ട് കുറെ ശ്ലോകങ്ങളൊക്കെ പഠിച്ച് നിർത്തിയില്ല. പെട്ടുപോകുമ്പോ ഓരോരുത്തർ പെട്ടുപോകുമ്പോ നിർത്തിയില്ല. 6 കൊല്ലമല്ല 60 കൊല്ലം കഴിഞ്ഞാലും ഇവരുടെ ഇന്ന് ക്രിയായോഗം പഠിക്കാൻ പറ്റില്ല. അപ്പോ ഈ ഭ്രൂമധ്യത്തില് ഈ 1 ഇഞ്ച് സ്ക്വയറില് ആ പ്രകാശം ജ്വലിച്ചു നിൽക്കും. അപ്പൊ നമ്മള് ഈ 95% കണ്ണടയ്ക്കാന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഒരു ഈർക്കിളിയുടെ പഴുത് വിടണം, അത്രയും ഗ്യാപ്പ് ഇടണം. ഈ രീതിയിൽ നമ്മൾ അഭ്യസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭ്രൂമധ്യം പ്രകാശിച്ചു. സ്റ്റേജുകൾ കഴിയുമ്പോൾ ഈ ഭ്രൂമധ്യം ഒരു ടെലിവിഷൻ സ്ക്രീൻ മാതിരി നമുക്ക് കാണാം. ഉൾക്കണ്ണ്, ഇന്നർ ഇയർ അപ്പോഴാണ് വർക്ക് ചെയ്യുക. അവ കണ്ണടച്ചിരിക്കുന്ന നമുക്ക് ആന്തരിക ഈ കണ്ണുകൾ അപാരമായൊരു ഇന്ദ്രിയാണ് മനുഷ്യന്റെ. മനസ്സിലായി? അതിനൊന്നും ഒരു കണ്ണ് ഡോക്ടർക്ക്, മോഡേൺ അലോപ്പതി കണ്ണ് ഡോക്ടർക്ക് പോലും അതിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കണ്ണുകളിൽ വരുന്ന ഈ 9 ഡയമെൻഷനെ കുറിച്ച് പോലും അവർക്കറിയില്ല. മനസ്സിലായി? ഈ 4 ഡയമെൻഷൻ കഴിഞ്ഞ് പിന്നീട് വരുന്ന 5, 6, 7, 8, 9 ഡയമെൻഷനിലൊക്കെ ഉണ്ടാവുന്നത് ഈ നേത്രഗോളങ്ങളിലെ റൊട്ടേഷനില് ഇടയിൽ രൂപപ്പെടുന്ന ഈ വെള്ളത്തിന്റെ വെള്ളത്തിലുണ്ടാവുന്ന പോള മാതിരിയുള്ള കനത്തിലുള്ള ലെൻസുകളാണ്. ഈ ലെൻസുകളൊക്കെ ഒരേ ഡയറക്ഷനിലേക്ക് വരികയാണ്. 9 ഡയറക്ഷനിലേക്ക് വരുമ്പോ കണ്ണുകളുടെ ശക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു കാര്യം നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കാം. 20,000, 25,000, 30,000 വർഷം മുമ്പ് ഈ ഋഷീശ്വരന്മാര് ഈ നഗ്ന നേത്രങ്ങളെ കൊണ്ട് നോക്കിയിട്ടാണ് ഈ സപ്തഗ്രഹങ്ങളെയും ഈ ആകാശത്തിന്റെ ഈ വിസ്മയങ്ങൾ മുഴുവൻ എന്ന് അവർ എഴുതി വെച്ചത്. അസ്ട്രോണമി ആ ശാസ്ത്രശാഖ തന്നെ അവര് വേദങ്ങളിൽ ഡെവലപ്പ് ചെയ്തത് ഈ നഗ്ന നേത്രങ്ങളെ കൊണ്ട് നോക്കാം. ഇന്നത്തെ മാതിരി ദൂരെ കാണാവുന്ന മറ്റു രീതിയിലുള്ള മൈക്രോ സാധനങ്ങളൊന്നുമില്ല, ദൂരദർശിനികളൊന്നുമില്ല. അപ്പോ കണ്ണുകളുടെ ഡയമെൻഷന് 9 ഡയമെൻഷൻ ഒരേ പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോ ഈ ലെൻസിന്റെ പവർ പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
ഇതില്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നർ ഇയർ, ഇന്നർ ഐ, ഇത് രണ്ടും ജനിച്ചു കഴിയുമ്പോഴാണ് നമ്മളിൽ ഒരു പ്രകാശം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മുടെ ഇന്നർ ഐ കൊണ്ട് കാണാം. അതാണ് ലുക്ക് ഇൻവേർഡ്. നീ നിന്നിലേക്ക് തന്നെ നോക്ക് എന്ന് ഈ വേദാന്തികള് ആദ്യം മുതലേ പറഞ്ഞു തരാനുള്ള കാരണം അതാ. യു ലുക്ക് ഇൻവേർഡ്, ഉള്ളിലേക്ക് നോക്ക് എന്ന് പറയുന്നതിന്റെ കാരണം അതാ. അപ്പോ ഈ അഭൗമമായ ഈ പ്രകാശം നമുക്ക് കാണാം. ഇത് ആണ്, അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ബോധം വരിക നമ്മളൊക്കെ ഈശ്വരന്റെ അംശമാണ്. ഈശ്വരന്റെ ഏറ്റവും വലിയൊരു സാക്ഷാത്കാരത്തിന്റെ ഒരു കൊച്ചു മാതൃകയാണ് നമ്മൾ. ആ രീതിയിൽ ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കുമ്പോൾ, ഏകാഗ്രതയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ജ്ഞാനത്തിന്റെ മാർഗത്തിലേക്ക് വരിക. നമുക്ക് അത്ഭുത സിദ്ധികൾ കൈവന്നോളും. സാഹിത്യമായാലും മറ്റ് എഡ്യൂക്കേഷനായാലും സയന്റിസ്റ്റുകളായാലും. ഇപ്പൊ ഈ ആൽബർട്ട് ഐൻസ്റ്റൈനൊക്കെ ആ പെർഫെക്ഷൻ, ആ സയൻസിൻ്റെതായിട്ടുള്ള ആ പെർഫെക്ഷൻ മുഴുവൻ അദ്ദേഹത്തിന് വന്നത് ഈ ഭാരതീയ വേദാന്തത്തിൽ കൂടെയാണ്. അദ്ദേഹത്തിന് പലപ്പോഴും അർദ്ധരാത്രിയിൽ വരെ ഇൻഡ്യൂഷൻ വഴിയാണ് പല തിയറികളും അദ്ദേഹത്തിന് കിട്ടിയത്, പല ഫോർമുലകളും കിട്ടിയത്. കോൺസ്റ്റന്റ് നമ്പർ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഈ ഊറ്റം കൊള്ളുന്ന ഈ സയൻസിന് നോ റിപ്ലൈ. എവിടുന്ന് കിട്ടിയ കോൺസ്റ്റന്റ് നമ്പർ? ഹു ഗേവ് ഇറ്റ്? നോ. മാക്സ് പ്ലാങ്കിനോട് ചോദിച്ചാലും, ഗുഡ്രോഫിനോട് ചോദിച്ചാലും, കാൾസാഗിനോട് ചോദിച്ചാലും, ഫ്രിയോജിത് കഫ്രോട് ചോദിച്ചാലും, ഇവരൊക്കെ നൊബൽ സമ്മാനം ഊർജ ശാസ്ത്രത്തിന് നേടിയവരാ ഇല്ല. അപ്പോ ഇത്തരത്തിൽ അതാ പറഞ്ഞ വിജ്ഞാനത്തിലേക്ക് വരുമ്പോഴാണ് മനുഷ്യൻ മാറുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ എന്നെ കുറിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിലൊക്കെ വേണ്ടതിലധികം പ്രശംസയൊക്കെ പറഞ്ഞു. നിങ്ങൾ ഈ ഒറ്റ കാര്യം എന്റെ കാര്യത്തിൽ ആലോചിച്ച് നോക്കിയാൽ മതി. ഈ 7 കൊല്ലം കോളേജില് കോമേഴ്സ് മാത്രം പഠിച്ച, സയൻസിൻ്റെതായിട്ടുള്ള മറ്റു രീതിയിലുള്ള യാതൊരു ടച്ചും ഇല്ലാത്ത എനിക്ക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്റെ 7 അയലത്തിൽ കൊണ്ട് പോയിട്ടില്ല എന്ന് പറയും. ഓഫ്കോഴ്സ് കോളേജ് കാലഘട്ടത്തില് 1-2 ചെറുകഥകളൊക്കെ ഈ കോളേജ് മാഗസീന് വേണ്ടിയൊക്കെ എഴുതുക, അതൊക്കെ എല്ലാവരും ചെയ്യണതാണ്. മാഗസീനിൽ പേര് വരിക എന്നുള്ളതാണ് അന്നത്തെ ആഗ്രഹം. അപ്പൊ ചില അങ്ങനെയുള്ളൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് എനിക്ക്. അതൊക്കെ അത് കഴിഞ്ഞോടുകൂടി അത് കഴിഞ്ഞു. പിന്നെ ഈ കോമേഴ്സ് പഠിച്ച ഒരാൾക്ക് ഇന്ന് മലയാളം സാഹിത്യം വായിക്കുന്ന ഒരാൾക്ക്, മലയാളം ഐച്ഛിക വിഷയമായിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ ഇതിലുണ്ടാവും, പല യോഗങ്ങളിലും പറയാറുണ്ട്. അതുമാതിരി തന്നെ പ്രഗത്ഭരായിട്ടുള്ള പല മലയാളം ഇന്റലക്ച്വൽ ഫെലോസുകൾ, ഇപ്പൊ എംഫിലാരും മറ്റതും മറിച്ചതൊക്കെ അസന്നിഗ്ധമായിട്ട് അവർ സമ്മതിക്കുന്ന ഒരു വിഷയം ആ ഭാഷയുടെ, ഞാൻ എഴുതുന്ന ആ ഭാഷയുടെ ഒഴുക്കാണ്. ഇതെനിക്ക് എങ്ങനെ വന്നു എന്ന് ആലോചിച്ചു നിങ്ങൾ. ഓരോ രചനയിലും ഓരോ ദിവസവും എഴുത്തു തുടങ്ങുന്നതിന് മുമ്പ് ദീർഘസമയം മെഡിറ്റേഷനിലിരിക്കണം. മനസ്സിലായി? അത് കഴിഞ്ഞ് ഫ്രഷപ്പായിട്ടാണ് ഞാൻ ഈ രചനയിലേക്ക് വരാം. ഇപ്പൊ എന്നോട് വന്നിട്ട് പലരും, ചില പത്രക്കാർ വന്നിട്ട്, സാർ ഇതിന് ഒരു ലേഖനം എഴുതിയായിരുന്നു. ഇമ്പോസിബിൾ. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, നാളേക്കൊന്നും ലേഖനം തരാൻ എനിക്ക് പറ്റില്ല. അറ്റ്ലീസ്റ്റ് അതിന് സമയം വേണം, എനിക്കത് മെഡിറ്റേഷനിലിരിക്കണം, അത് കഴിഞ്ഞ് എഴുതി തുടങ്ങാനേ പറ്റുള്ളൂ എനിക്ക്. അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഏതൊരു കഴിവായാലും അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കാനും ഒരു ക്രിയായോഗം അഭ്യസിച്ച ഒരാൾക്ക് സാധ്യം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെറുതെ നമ്മൾ സമയം കളയാതെ, വൈകിപ്പോയി, ഞാനൊക്കെ വളരെ വൈകിപ്പോയി ഇതിലേക്ക് വരാൻ. പക്ഷെ എന്നാലും ഉള്ള സമയം കൊണ്ട് ഒരു 10-12 വർഷം ഉണ്ടെങ്കിലും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വരാനും ഇത്രയും ഈ ഭാരതഭൂമിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാനും ഹിമാലയത്തിന്റെ മനുഷ്യന് ചെന്നെത്താൻ ബുദ്ധിമുട്ടുള്ള നിരവധി റേഞ്ചുകളിലേക്ക് കാൽനടയായിട്ട് നടന്നു ചെല്ലാനും, ചില ക്ലൈമറ്റുകളെ കുറിച്ചൊന്നും ഞാൻ പൂർണ്ണ രൂപത്തിലൊന്നും ബുക്കിൽ പറയാനില്ല പലപ്പോഴും. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ആരും ഇവിടെ പോകാൻ ധൈര്യപ്പെട്ടില്ല. അപ്പൊ അത് കാരണം ഞാൻ ഒന്ന് മയപ്പെടുത്തിയിട്ട് പറയാനുള്ളൂ. എങ്കിലും ചില ക്ലൈമറ്റുകളൊക്കെ ഇപ്പൊ ഈ 4ാമത്തെ ബുക്കിലൊക്കെ ചില ക്ലൈമറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. പകല് വ്യത്യാസമില്ലാതെ
വീശടിക്കുന്ന അവലാൻഷ്, കൊടുങ്കാറ്റ്, അത് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാൻ ശരിക്കും. അതായത് നോക്കത്താത്ത ദൂരത്തോളം സമുദ്രം പോലെ കിടക്കുന്ന മഞ്ഞുഭൂമിയില് പെട്ടെന്ന് ഈ അവലാൻഷ് വീശടിച്ച ഒരു പർവ്വതം ഉണ്ടാക്കും. അത് അടുത്ത വേറെ പർവ്വതത്തിന്റെ രൂപം കൊള്ളും, വേറൊരെണ്ണം ഇടിഞ്ഞ് തകർന്ന് ചിന്ന ഭിന്നായി പോകും. ഇപ്പുണ്ടായ പർവ്വതം ചിലപ്പോൾ ആഫ്റ്റർനൂണിൽ അതും എടുത്തുകൊണ്ടുപോകും. ഇങ്ങനെ നടക്കുന്ന ഒരു സംഹാര താണ്ഡവാണ് ശരിക്കും മഞ്ഞുഭൂമിയിൽ. ഈ -30, -35, -40 വരെയൊക്കെ എത്തുന്ന തണുപ്പ്, ഇതുമാതിരിയുള്ള പ്രചണ്ഡമായ കാലാവസ്ഥ, ഇതിനൊക്കെ തരണം ചെയ്ത് 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 നടത്തി ഓരോ സാക്ഷാത്കാരത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇതൊന്നും എന്റെ കഴിവല്ല, somebody is guiding me. മനസ്സിലായ? അതല്ലെങ്കിൽ ഇതൊന്നും എളുപ്പമല്ല. ഇനി അത് അനുഭവം ഉണ്ടായാൽ തന്നെ അത് വിസ്തരിച്ച് അത് ഒരു ഭാഷയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിലും അതും എന്റെ കഴിവാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു നിയോഗം പോലെ അത് നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതൊരു നാടകത്തിന്റെ ഒരു രംഗം മാത്രമാണ്. ഒരു ചെറിയൊരു രംഗം അഭിനയിക്കാൻ വന്നവരാണ് നമ്മൾ. ഇത് കഴിഞ്ഞിട്ട് ഇനി വരണം, ഇനി വരേണ്ടി വരും, പിന്നി വരേണ്ടി വരും. മനസ്സിലായി? അപ്പൊ യുദ്ധരേതുദ്ധ ആത്മാനാം എന്ന് പറഞ്ഞ മാതിരി ആത്മാവിനെ നീ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോ എന്ന് പറയുന്ന മാതിരി, ഞാൻ ഇതുമാതിരി ഈ ബുക്കിലെ 4ാമത്തെ ബുക്കിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വേറൊരു ട്രാവലോഗിനെ കുറിച്ചിട്ടുള്ളൊരു അമ്പരപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. അതെനിക്ക് എൻ്റെ ബുക്കുകൾ വായിച്ചിട്ട് അതെനിക്ക് അയച്ചു തന്നത് നമ്മുടെ പഴയ മലയാള സിനിമ കാലത്ത് എന്റെയൊക്കെ കോളേജ് കാലഘട്ടത്തില് അദ്ദേഹം ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകനായിരുന്നു, KS സേതുമാധവൻ. നിങ്ങളൊന്നും ഒരുപക്ഷെ മോഡേൺ ആൾക്കാരൊന്നും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. പണി തീരാത്ത വീട്, പിന്നെ വാഴ്വേമായം, അങ്ങനെ ഒരുപാട് അടിമകള്, അങ്ങനെയൊക്കെ കുറെ സൂപ്പർ ഹിറ്റ് ഫിലിം ചെയ്ത ആളാണ് ഇദ്ദേഹം. എന്റെ ബുക്ക് വായിച്ചിട്ട് എനിക്ക് അയച്ചു തന്നൊരു ട്രാവലോഗ് ഉണ്ട്. അത് ഒരു ഇംഗ്ലീഷ് മാഗസീനില് ഹെറിറ്റേജ് എന്ന് പറഞ്ഞൊരു മാഗസീനില് 1986 നോക്കുന്നത് പ്രിന്റ് ചെയ്ത് നോക്കുക ഒരു ലേഖനം. ഗന്ധർവലോകത്ത് എത്തിപ്പെട്ട ഒരു ബംഗാളി ട്രാവലറിന്റെ അനുഭവമാണ്. പ്രമോദ് കുമാർ ചാറ്റർജി എന്ന് പറഞ്ഞൊരു ബംഗാളി 1915 അന്ന് ഋഷികേശിൽ നിന്ന് ഗോമുഖിലേക്ക് എത്തണമെങ്കിൽ 1 കൊല്ലം യാത്ര ചെയ്യണം. അന്നൊന്നും റോഡുകളില്ല ഹിമാലയത്തിൽ. ഓരോരോ മലകൾ കയറി ഇറങ്ങി, ഓരോ ഗ്രാമങ്ങളില് അന്ത്യം ഇറങ്ങി, അങ്ങനെ നടന്ന് എത്തുമ്പോഴേക്കും മഞ്ഞുകാലം വരും. മഞ്ഞുകാലം വരുമ്പോൾ പിന്നെ യാത്ര ചെയ്യാൻ പറ്റില്ല, 6 മാസം. അപ്പൊ ഏതെങ്കിലും ഗ്രാമീണരുടെ കൂടെ കുടിലൊക്കെ കഴിയണം. എന്നിട്ട് നെക്സ്റ്റ് സീസൺ വരുമ്പോൾ വീണ്ടും പോകണം. അങ്ങനെ 1 കൊല്ലം കൊണ്ട് ഗോമുഖിലെത്തിയാൻ പറ്റും. അപ്പൊ കൂടെ ഒരു സഹായി ഉണ്ട്, ഒരു ഷെർപ്പ, റാം നാരായൺ എന്നൊരു ഷെർപ്പയുണ്ട്. അവിടെ വെച്ചിട്ട് ഗോമുഖിൽ വെച്ചിട്ട് ഒരു സന്യാസി പറഞ്ഞു, യഥാർത്ഥ ഗോമുഖ് ഇതൊന്നുമല്ല, അതൊക്കെ അങ്ങ് മുകളിലാണ്, അവിടെ എത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എളുപ്പമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സഹായി രാംനാരായണനും ഒക്കെ എതിർപ്പ് പറഞ്ഞെങ്കിലും സന്യാസിയും ഒക്കെ എതിർത്തെങ്കിലും ഈ ബംഗാളി മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. സന്യാസി കുറച്ച് ചപ്പാത്തിയൊക്കെ ചുട്ട് കൊടുത്തു. ഇതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വഴി പോയാളാ ഗോമുഖിൽ പോകുന്ന മുകളിൽ. അങ്ങനെ ആ തപോവനൊക്കെ കഴിഞ്ഞ് ഏതോ ഒരു ഡയറക്ഷനിൽ തിരിഞ്ഞ് ഇദ്ദേഹത്തിന് വഴി തെറ്റി. പിന്നെ നോക്കത്താത്ത ദൂരത്തോളം മഞ്ഞുഭൂമി, എവിടെ നോക്കിയാലും മഞ്ഞുമലകളും മഞ്ഞുഭൂമി മാത്രമേ ഉള്ളൂ. ഒരു പകല് മുഴുവൻ നടന്ന് സന്ധ്യയായിട്ടും എവിടെ എത്തിയില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞു.
ആകെ ക്ഷീണിച്ച് അവശനായി ഇദ്ദേഹം ഒരു മഞ്ഞുപാറയിൽ ചായിരിക്കുന്നു. ഇനി രാത്രി വരാൻ പോണ മഞ്ഞ് പിടിച്ച ശക്തിയാവും. അപ്പോൾ അതോടുകൂടി ആള് അവിടെ സമാധിയാവും. അപ്പോഴാണ് ദൂരെന്ന് ഒരു ആള് വരണമാതിരി തോന്നി. അപ്പൊ അതങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ അടുത്തെത്താനായപ്പോൾ മനസ്സിലായി ഒരു 6.5 ഹൈറ്റുള്ള അഭൗമമായ തേജസ്സുള്ളൊരു മനുഷ്യനാണ്, ഒരു പുരുഷൻ. മുടി കഴുത്ത് വരെ വളർത്തിയിട്ട് കയ്യിലൊരു സ്റ്റിക്ക് ഉണ്ട്, ഒരു വടി, ഒരു കാവ്യമായൊരു വസ്ത്രം പോലിച്ചു. അടുത്തു വരുന്നതോറും വെറുതെ എനിക്കൊന്നും വയ്യ ഈ ബംഗാളിക്ക്. അങ്ങനെ അവിടെ ഇരുന്ന് കൈകൂപ്പി പറഞ്ഞു, സാബ് എന്നെ രക്ഷിക്കണം, ഞാൻ ചാവാൻ പോകണ്. അദ്ദേഹം അടുത്ത് വന്ന് ഇദ്ദേഹത്തിന്റെ ഭ്രൂമധ്യത്തില് എന്തോ എഴുതി. അടുത്ത ക്ഷണത്തില് ഇയാൾ എഴുന്നേറ്റു. എന്നിട്ട് ആംഗ്യം കാണിച്ചു പിന്നാലെ വരെ. അങ്ങനെ പിന്നാലെ നടന്നു. ഒരു പ്രത്യേക മൗണ്ടൻസ്, ആകാശമാരി മുട്ടി നിൽക്കുന്ന മൗണ്ടനുകളും അതൊക്കെയുള്ള താഴ്വരയിലെത്തിയപ്പോൾ വീണ്ടും ഈ ഭ്രൂമധ്യത്തിൽ എന്തോ ചെയ്തു. പിന്നെ ഇദ്ദേഹം കാണുന്നത് ഒരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വേൾഡാണ്. നമ്മുടെ ഭൂമിയിൽ കാണാത്ത മാതിരിയുള്ള വൃക്ഷങ്ങള്, സസ്യങ്ങള്, പൂക്കള്, പക്ഷികള്, പഴങ്ങള്, ഇതൊന്നും ഭൂമിയിൽ കണ്ടിട്ടില്ല. അതൊക്കെ നിൽക്കുന്നു. പരിശുദ്ധമായ ഒരു ക്രിസ്റ്റൽ ക്ലിയർ മാതിരിയുള്ള ജലം ഒരു നദി കൂടെ ഒഴുകി വരുന്നു. എവിടെ നോക്കിയാലും വെണ്മ മാത്രമേ കാണുന്നുള്ളൂ. ശ്വാസത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഇവിടെയൊക്കെ എവിടെയായാലും നമുക്ക് ശ്വസിക്കുമ്പോൾ ഒരു അതില്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ക്ലൈമറ്റ് ആണെങ്കിൽ ഇങ്ങനെ കൂൾ ബ്രീസ് മാതിരിയുള്ള ക്ലൈമറ്റ്. വീടുകൾ കാണുന്നുണ്ട്. ഈ വെണ്ണക്കല്ല് മലകളാണ് മുഴുവൻ കാണുന്നത്. അത് തുരന്നിട്ട്, അല്ലാണ്ട് നമ്മുടെ മാതിരി ഇഷ്ടിക വെച്ച് അതിനൊന്നുമല്ല. ഒരു മലനിരകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിന്റെ അവിടെ അങ്ങനെ തുരന്ന് അതിലൊരു വീടുണ്ടാക്കിയിടും. അതിന്റെ അപ്പുറത്ത് വേറെ വീട്, അതിന്റെ കുറെ കഴിഞ്ഞ് വേറെ വീട്. കുട്ടികൾ മുറ്റത്ത് കളിക്കുന്നു. ഓരോരോ സ്ത്രീകള് ഒക്കെ അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യുന്നു. വേറെ കൂടി നടന്നു പോകുന്നുണ്ട്. അവസാനം ഒരു സ്ഥലത്തെത്തിയിട്ട് ഒരു ലേഡിയുടെ അടുത്ത് ഏൽപ്പിച്ചു. അവര് അഭൗമമായ തേജസ്സും സൗന്ദര്യമുള്ള ഒരു സ്ത്രീ, മുടി കൊണ്ടാണ് മറച്ചിരിക്കുന്നത്. പിന്നെ എന്തൊക്കെ കല്ലിന്റെ ഒക്കെ ഓർണമെന്റ്സ് ഉണ്ട്. ഒരു പാവാടമായിട്ടുള്ള ഒരു ചേനയുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്നു. ഇദ്ദേഹത്തിന് ഭക്ഷണം, പാലിൽ എന്തോ കുറുക്കി കൊടുത്ത മാതിരിയുള്ള ഒരു ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ രണ്ട് ദിവസം ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ട് ഇവിടെ താമസിക്കുന്നു. കിടക്കാൻ വൈകുന്നേരം സ്ഥലം കൊടുക്കുന്നു, കാലത്ത് എഴുന്നേൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് കുറെ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചു ഈ സ്ത്രീ. പിറ്റേ ദിവസം ഒരു ആന്റിക് എംപോറിയം മാതിരിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ ചെമ്പരിൽ മുഴുവൻ ഓരോ തരത്തിലുള്ള ആയുധങ്ങളും അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ദേവേന്ദ്രനും ഇന്ന അസുരനും തമ്മിൽ യുദ്ധം ചെയ്ത ആയുധമാണ്, ഇത് മറ്റേ അസുരനും ദേവേന്ദ്രനും തമ്മിൽ യുദ്ധം ചെയ്ത ആയുധമാണ്. ഇങ്ങനെ നടന്നുകൊണ്ട് കാണിച്ചു കൊടുത്തു. അവസാനം ഒരു സ്ഥലത്തേക്ക് അഭൗമമായ സൂര്യന്റെ മാതിരി ഒരു പ്രഭ വരുന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോ അവിടെ ഒരു ഫുട്ബോളിന്റെ വലുപ്പത്തില് ഒരു ഡയമണ്ട് വെച്ചിരിക്കുക. ഒരു ഫുട്ബോൾ തന്നെ കണ്ട അത്ര ഉരുണ്ടിട്ട് അതിൽ നിന്നാണ് ഈ അഭൗമമായ ഈ പ്രകാശം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ 3-ാമത്തെ ദിവസം കാലത്ത് ഈ സ്ത്രീ പറഞ്ഞു, ഇനി നിന്നെ കൊണ്ടുപോകാൻ ഗുരു വരും, സോ യു ഹാവ് ടു ഗോ, നിനക്ക് പോകണം. അപ്പൊ ഈ ബംഗാളി പറഞ്ഞു, മേഡം എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കരുത്, ഞാനിവിടെ താമസിക്കാൻ എനിക്ക് ഇഷ്ടമായി, ഞാൻ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ 2-3 പ്രാവശ്യം അയാൾ റിക്വസ്റ്റ് നോക്കി. അപ്പൊ ആ സ്ത്രീ തല ആട്ടിയിട്ട് പറഞ്ഞു, ഈ തലം നിങ്ങൾ മനുഷ്യർക്കുള്ളതല്ല, ഞങ്ങള് ഗന്ധർവന്മാർക്കുള്ള ലോകമാണത്, ഇത് ഗന്ധർവന്മാരുടെ ലോകമാണ്. നിങ്ങൾ മനുഷ്യര് ആ ഭൂമിയിൽ കിടന്ന് പുഴുക്കളെ പോലെ കിടന്ന് കുത്തുമറിയണം, സകല പാപങ്ങളും ചെയ്ത് സകല വിധത്തിലുള്ള ആചാരങ്ങളും മറ്റും തെറ്റിച്ച് സ്വർണത്തിലും പണത്തിലും പദവികളിലും മാത്രം ശ്രദ്ധിച്ചും കേന്ദ്രീകരിച്ചും നിങ്ങൾ ജീവിതം വ്യർത്ഥാക്കി കളയണം. മനസ്സിലായ? നിങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വരാനുള്ള തലങ്ങളുണ്ട്.
ചുരുങ്ങിയ പേഴ്സണിനെ അത് സാധ്യമാവുന്നുള്ളൂ. വെറുതെ ഈശ്വരനാമം ജപിച്ചുകൊണ്ടോ ആയതുകൊണ്ടോ കാര്യമില്ല. അനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ മനസ്സും നിങ്ങളെ അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും വലിയത് സ്വർണ്ണമാണ്, ഏറ്റവും വലിയ ഭ്രമം സ്ത്രീയാണ്. ഇതൊക്കെ മാറ്റിയല്ലാണ്ട് നിങ്ങളൊരിക്കലും ഈ സാക്ഷാത്കാരത്തിൻ്റെ പാതയിലേക്ക് വരില്ല. അതുകൊണ്ട് തിരിച്ചു പോകും. നിങ്ങൾ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഇതുമാതിരി ആരെങ്കിലും കൊണ്ടുവരുന്നത്. അവരുടെ സന്ദേശങ്ങളെങ്കിലും അവിടെ എത്തട്ടെ എന്ന് വെച്ചിട്ടാണ് അതാണ് ആചാര്യൻ അങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആചാര്യൻ വന്നു. എന്നിട്ട് അദ്ദേഹം വേറൊരു ശിഷ്യനെ ഏർപ്പാടാക്കി ഗോമുഖിലേക്ക്. യഥാർത്ഥ ഗോമുഖ്. ആ ശിഷ്യന്റെ പിന്നാലെ ഇദ്ദേഹം പോയി. അപ്പോൾ ഈ തലത്തുനിന്ന് വിടുമ്പോൾ ഈ ഭ്രൂമധ്യത്തിൽ എന്തോഴുകി. അതോടുകൂടി പിന്നെ ഹിമാലയം ശരിക്കും അദ്ദേഹം കണ്ടുപിടിക്കും. മഞ്ഞുമലകളും നദികളും ഗ്ലേഷ്യറുകളൊക്കെ കടന്ന് അവസാനം മുകളിലെത്തിയപ്പോ യഥാർത്ഥ ഗോമുഖ് ആ മേഘക്കൂട്ടങ്ങളിലിടയിൽ ഒഴുകി വരും. ഞാനിത് കഴിഞ്ഞ് അമൃത ചാനലിലെ ഒരു ഇന്റർവ്യൂവില് എന്നെ മോചിത എന്ന് പറഞ്ഞ ആങ്കറിങ് ചെയ്യുന്ന ലേഡി എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ഈ യഥാർത്ഥ ഗോമുഖിന്റെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായി. ഹിമാലയത്തില് ഞാൻ ആ സന്യാസിമാരെ കാണാനുള്ള ഗുഹയെക്കൂടെ ആ മാർഗത്തിലൂടെയൊക്കെ പോകുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് മാർഗമുണ്ട്. ഈ നീലത്താമരയൊക്കെ വിടർന്നു നിൽക്കുന്ന അഭൗമമായ ഒരു തടാകമുണ്ടെന്ന് എൻ്റെ ഷെർപ്പ നോർജിങ് ഇതിനോട് പറയണ്ടായി. ആ റൂട്ടിൽ കൂടെ ഡൽഹിയിലുള്ള ഒരു സംഘം പാരിസ്ഥിതിക പ്രവർത്തകരെ 2011 അവിടെ പോയി നോക്കുമ്പോൾ അവിടെയൊക്കെ ഗുഹകളുണ്ട്. ഇവർ ഈ ഗുഹകളിൽ താമസിച്ച് പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി. അതിലൊന്ന് ഒരു പൗർണമി ദിവസം ഇവര് കേട്ട അമാനുഷ സൗണ്ടുകളാണ്. സ്ത്രീകള് 11 മണി കഴിഞ്ഞപ്പോൾ ഈ തടാകം വരെ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നു. അപ്പൊ ഇവര് ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പൊ ലേഡീസിന്റെ വർത്തമാനം കേട്ടു തുടങ്ങി. അവരുടെ ചിറി, കയ്യോട്ടിന്റെ ശബ്ദം. കുറെ കഴിഞ്ഞപ്പോൾ ഈ വെള്ളത്തില് നീന്തുന്നു, ഉല്ലസിക്കുന്നു, ഉറക്കെ ആറാപ്പൊളിക്കുന്നു. ഒരു 2 മണി വരെ കലശലായ രീതിയിൽ ഇവിടെ ആഹ്ലാദം. ഇവരെന്ത് ചെയ്തൊക്കെ റെക്കോർഡ് ചെയ്തു. ടേപ്പ് റെക്കോർഡ് നല്ല പവർഫുൾ റെക്കോർഡ് ചെയ്തു. 2 മണി കഴിഞ്ഞപ്പോൾ എല്ലാ ശബ്ദങ്ങളും നിലച്ചു. ഇത് റെക്കോർഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ? പക്ഷേ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കാലത്ത് വരെ കിടന്നുറങ്ങിയതിനു ശേഷം പിറ്റേന്ന് പുറത്തു വന്ന് ഈ തടാകത്തിന്റെ അവിടെയൊക്കെ അവർ നടന്നു നോക്കിയപ്പോൾ ഒന്നും കാൽപ്പാടുകളൊന്നും യാതൊന്നുമില്ല. അപ്പൊ ഒരു മൂലയില് ഒരു സന്യാസി ഗായത്രി മന്ത്രം ജപിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ അടുക്കുകയാണ്. അദ്ദേഹം മന്ത്രജപം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു. ഇവർ പറഞ്ഞു ഇങ്ങനെ ഹിമാലയത്തിലെ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി ഇന്നലെ രാത്രി. എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ആ സന്യാസി പറഞ്ഞു, ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററും കൂടി ഉള്ളിലേക്ക് പോയാൽ ഇതുമാതിരി ഗുഹകളും തടാകങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലം വരും. അവിടെ ഒരു യോഗിനി അമ്മയുണ്ട്. അവര് പോയി കാണും. ഇവര് ഈ മഞ്ഞുഭൂമി കൂടെ നടന്നും പിടിച്ച് 6 കിലോമീറ്റർ നടന്ന് വീണ്ടും ഒരു ഗുഹ ഒക്കെയായി പർവ്വതങ്ങളൊക്കെ ഉള്ളു. അപ്പൊ ആ ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മുമ്പ് തന്നെ അഭൗമമായ പ്രകാശം ഗുഹയിൽ വരുന്നുണ്ട്. അങ്ങനെ ഇവര് നടന്നു ചെന്നപ്പോ അവിടെ ഒരു യോഗിനി അമ്മ തപസ്സിരിക്കുക, മെഡിറ്റേഷനിലിരിക്കുക. ആ പ്രകാശം ഈ പുറത്തേക്ക് കാണുന്നു. 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവര് യോഗ നിദ്രന്ന് ഉണർന്നു പുറത്തു. ഒരു 28-30 വയസ്സ് പ്രായമുള്ളൂ. സാമാന്യ സൗന്ദര്യമുള്ള സ്ത്രീ. അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇവിടുന്ന് വരികയാണ്, ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ഇങ്ങനെ അനുഭവം ഉണ്ടായി, അപ്പൊ ഞങ്ങളതൊക്കെ റെക്കോർഡ് ചെയ്ത് അവരൊന്നും മിണ്ടാതെ കേട്ടിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ചോദിച്ചു, നിങ്ങൾ ആ ഭാഗത്തൊക്കെ എന്താ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ആകാശം മുട്ടുന്ന മാതിരി ഹിമാലയ പർവ്വതങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. ചക്രവാളത്തിനും മേഘക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ചുംബിച്ച മാതിരി ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെയാണ് കാണുന്നതെന്നും വേറെ ഒന്നും കാണുന്നില്ല.
ഇല്ല. എൻ്റെ വലത്തെ ചെവിലിൽ കൈവച്ചിട്ട് നോക്കുന്നു. വലത്തെ ചെവിലിൽ കൈവച്ച് നോക്കിയപ്പോ ആ തരത്തിൽ കൊണ്ടൊരു നദി ഒഴുകി വരുന്നു. ഒഴുകി ഒഴുകി വളഞ്ഞ് 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 താഴോട്ട് വരും. കൈയുടെ തപ്പില്ല. അപ്പൊ ഈ മറ്റേ കോടിയുള്ളവർ നോക്കി, അവരുടെ കോടിയുള്ളവർ നോക്കി, എല്ലാവരും കൈവച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് നദി ഒഴുകി വരുന്നു. ഇതാണ് മഹാഭാരതത്തിലൊക്കെ കണ്ട് ഈ ഗംഗയാണ് ഏകവപ്ര ശുചിയാകാശഗാമിനി എന്ന് പറയുന്നത്. ഗംഗ യഥാർത്ഥത്തില് മഹാവിഷ്ണുവിന്റെ നഖത്തുനിന്ന് ഒഴുകി ആ ലോകത്തുനിന്ന് വന്നിട്ടാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്. അപ്പോ ആ ലേഡി യോഗിനി അമ്മ ഇവരോട് പറഞ്ഞു, ഹിമാലയം ഒരു വണ്ടർലാൻഡാണ്, നിങ്ങൾക്ക് എളുപ്പം അത് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മറ്റും അനുഷ്ഠിച്ച് ജീവിക്കാൻ ശ്രമിക്കുമെന്ന് എന്നൊരു ഉപദേശം കൊടുത്ത് അങ്ങനെ ഇവർ തിരിച്ചു വന്നു എന്ന് പറയണം. അപ്പൊ നമ്മുടെ പ്രമോദ് കുമാർ ചാറ്റർജിയും ഈ വേറൊരു അവിടുത്തെ ആളും കൂടിയിട്ട് ചെന്ന് ആ സ്ഥലമാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്. ആ തലത്തിലേക്ക് അത്രയും തലത്തിലേക്ക് യാത്ര ചെയ്തവര്. മനസ്സിലായി. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഗോമുഖ് ഇന്ന് നമ്മൾ കാണുന്ന മാതിരി ഞാനൊന്നും പോയ ഗോമുഖല്ല. അതിന്റെ മുകളിലാണ് ശരിക്കും ഒറിജിനൽ ഗോമുഖ്. മനസ്സിലായി. അപ്പൊ അങ്ങനെ അതാ പറഞ്ഞ് ഇത്തരത്തിലുള്ള വിസ്മയങ്ങളുടെയും ഇതിന്റെ ഒക്കെ നാടാണ് ഹിമാലയം. ഒരു ദിവസം കൊണ്ടോ ഒരു യാത്ര കൊണ്ടോ ഒന്നും ഹിമാലയത്തെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നിരവധി ഞാൻ പറഞ്ഞ അനുഷ്ഠാനങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ നിർവഹിക്കണം മനുഷ്യരാശി എന്ന് പറയുന്നതിന്റെ കാരണമാണ് ഈ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ പാതയിലേക്കെങ്കിലും എത്തിയാലെങ്കിലും ഈ നമുക്ക് ഈ ഒരുപാട് ദുശ്ശീലങ്ങളിൽ നിന്ന് വരെ ഒഴിവാകും. മനസ്സിലായി. ഇന്ന് മനുഷ്യനെ ഒരു പ്രത്യേകിച്ച് പുരുഷന്മാരെ മുഴുവനും ഗ്രസിച്ചിരിക്കുന്ന ഈ മദ്യം, മയക്കുമരുന്ന്, മറ്റ് രീതിയിലുള്ള ദുശ്ശീലങ്ങൾ, ഇതൊന്നൊക്കെ ആധ്യാത്മിക വൃത്തിയിൽ കൂടി പരിഹാരമാണ്. ഇതിന് ചികിത്സയും വേണ്ട, അല്ലെങ്കിൽ ഈ ഇതിനു വേണ്ടിയുള്ള റീഹാബിലിറ്റേഷൻ ക്യാമ്പിൽ പോയി താമസിപ്പിക്കൊന്നും വേണ്ട. തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ ചിട്ടകളും സംസ്കാരങ്ങളും പാലിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങളാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഫ്ലാറ്റുകളിലും അണുകുടുംബങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് അസൗകര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു കുടുംബത്തിൽ അഡ്ജസ്റ്റ് ചെയ്താൽ ഇത് ചെയ്യാവുന്നല്ലോ. ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം പലരും എന്നോട് ഈ കൈലാസ് മാനസരോവർ യാത്രാ ബുക്കിൽ എഴുതിയ ഈ മന്ത്ലി കോഴ്സ് ഉള്ള സ്ത്രീകൾ ഈ യാത്ര ഒഴിവാക്കണമെന്ന് ഞാനൊരു പരാമർശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത് 30-35 ദിവസം നീണ്ടുപോകുന്ന കാരണം എന്തായാലും ആ പീരീഡ്സ് വരുന്നവർക്ക് അത് അഭികാമ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപടി വിമർശനാത്മകമായിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഒരു പോയിന്റിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ഞാനതിന് ആപ്റ്റായിട്ടുള്ള മറുപടി കൊടുത്തു. അവര് പലരും ചോദിച്ചത് അതൊരു അശുദ്ധിയാണെന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ദാറ്റ് ഈസ് എ ബോഡി ധർമ്മണ. അതിലെന്താ അശുദ്ധി ഇരിക്കുന്നത്? ഒരു രീതിയിൽ അതിനെ അകറ്റി നിർത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഭ്രഷ്ടമായി അതിനെ കണക്കാക്കരുത്. ഞാൻ പറഞ്ഞ ഇതൊന്നുമല്ല ഇതിന്റെ കാരണം. ഓരോ മാസത്തിലും ഓരോ സ്ത്രീയുടെ ഗർഭപാത്രം ഒരു പ്രജയ്ക്ക് വേണ്ടി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും പ്രഗത്ഭരായ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചോളൂ, അവർ പറഞ്ഞിരുന്നു. ഓരോ മാസത്തിലും ഈ 10 ദിവസമാണ് ഈ ഗർഭധാരണത്തിന്റെ സമയം. അപ്പൊ ആ 10 ദിവസം ഒരു പ്രജ വരാൻ വേണ്ടി അതിന്റെ പോഷകങ്ങളും കൊഴുപ്പുകളും മറ്റു രീതിയിലുള്ള എല്ലാ സെറ്റപ്പുകളും ഇതിന്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊരു ഡിവൈൻ കർമ്മമാണ്.
കാരണം ഒരു അവിടെ ചെന്നിട്ട് ആൾ ചെയ്യുന്നതല്ലോ, ഓട്ടോമാറ്റിക്കലായിട്ടത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കുട്ടി 2 കുട്ടിക്കായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രജനനം വേണ്ടാന്നുള്ള സ്ഥിതിയിലെത്തുന്നു, അല്ലെങ്കിൽ അത് നിർത്തുന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു മാസത്തെ എല്ലാ ശ്രമങ്ങളും ഇതാക്കി സ്ത്രീയുടെ അണ്ടങ്ങളൊക്കെ അതിൻ്റെ ഭിത്തികളിലൊക്കെ അതിനെ ശരിയാക്കി ഫിറ്റ് ചെയ്ത് റെഡിക്ക് വെച്ച് ഈ പുരുഷ ബീജമായിട്ടുള്ള ഇതില്ലാന്ന് വരുമ്പോൾ അത് നടന്നില്ല. അപ്പോ ആ 30 days എൻറ്റയർ എഫേർട്സ്, ആ കൊഴുപ്പും സേകാനിലും അതും ഇതും ആ വാളിൽ അതിന്റെ ഭിത്തികളിലുള്ള ഒക്കെ അടിഞ്ഞുകൂടി ഇസ് ഗോയിങ് ഔട്ട്. പുറത്തേക്ക് തള്ളുകളാണ്, അല്ലാണ്ട് വെക്കാൻ പറ്റില്ല. എങ്കിൽ എൻ്റെ അടുത്ത കാത്തിരിപ്പ് അങ്ങനെ അവിരാമമായിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. ഭാരതീയ ആചാരം അനുസരിച്ച് ജനിച്ചാലും മരിച്ചാലും കൊലയുണ്ട്. ഇവിടെ ലക്ഷക്കണക്കിന് പ്രജകളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, അണ്ടങ്ങൾ. അപ്പോ അതിന് പലയുണ്ട്. അപ്പൊ അതുകൊണ്ട് 4 ദിവസം അതാചരിക്കും. പഴയകാലത്തൊക്കെ ഈ പ്രസവിച്ചിട്ട് പലയൊക്കെ പോയിട്ട് ഇപ്പൊ അടുത്ത കാലത്തായിട്ടുള്ളൂ. പഴയകാലത്തൊക്കെ എനിക്ക് ഓർമ്മിക്കുന്ന കാലത്ത് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ സിസ്റ്റമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് മരണമെന്ന പലയുണ്ടല്ലോ, എപ്പോഴും ഉണ്ട്. അപ്പൊ ഈ അണ്ടങ്ങളുടെ മരണത്തില് ആചരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് സ്ത്രീകളെ അന്നത്തെ നമ്മുടെ ഗുരുനാഥന്മാരും മറ്റുള്ളവരൊക്കെ ആ സിസ്റ്റം വെച്ചത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലത്തിരിക്കുക, അവർക്ക് ഫുഡും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുക, അവർക്ക് നല്ല പരിരക്ഷണം കൊടുക്കുക, അങ്ങനെയുള്ളൊരു സംവിധാനമായിരുന്നു. ഇന്ന് ഹിമാചൽ പ്രദേശിൽ, ഞാൻ ഇപ്പോൾ എടുത്ത് പറയാൻ കാരണം, ഹിമാചൽ പ്രദേശിൽ ഇതിനെ ആചരിക്കാൻ വേണ്ടിയ ഒരു സ്ഥലം ഉണ്ട്. എല്ലാ ഗ്രാമങ്ങളിലും ഇതിനൊരു ഔട്ട് ഹൗസ് ഉണ്ട്. അവിടേക്ക് ഒരാൾക്ക് വേറെ പ്രവേശനമില്ല. ഈ സ്ത്രീകൾക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു ദ്വാരത്തിൽ കൂടെ ഉള്ളിലേക്ക് വെച്ചു, ജനലിൽ കൂടെ. ആ ദിവസം കഴിഞ്ഞ് പുറത്തു വരുന്നു. അതിനു മുമ്പ് പുറത്തു കണ്ടാൽ ഒരു ദിവസം 500 രൂപ വെച്ച് ഫൈൻ അടയ്ക്കണം. ഇന്നുണ്ട്, മനസ്സിലായില്ല. അപ്പോ ഈ ആചാരത്തെ കുറിച്ച് നമ്മള് തെറ്റായ രീതിയിലല്ല അത് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള പീരീഡ്സ് വരുന്നവർക്ക്, ഇപ്പൊ നമ്മള് ഈ സമയത്ത് അമ്പലത്തിലേക്ക് പോകുന്നില്ലല്ലോ, സ്ത്രീകള് ഇല്ല, വീട്ടില് പൂജാമുറിയിൽ വിളക്ക് വെക്കില്ല, ഒന്നുമില്ല. അപ്പൊ അതിൽ പുരുഷന്മാര് ചെയ്യാനുള്ളൊരു ഒരു ഹെൽപ്പ് എന്താന്ന് വെച്ചാൽ, ആ ഒരു 4 ദിവസം ആ കിച്ചൺ ഒന്ന് പുരുഷൻ മാനേജ് ചെയ്യാം. ബുദ്ധിമുട്ടുണ്ടാവും, കാരണം കുട്ടികളെ കാലത്ത് നഴ്സറി അയക്കുന്നവരോ അല്ലെങ്കിൽ മറ്റേ അയക്കുന്ന വൈന്, അപ്പൊ അതിനൊക്കെ സിമ്പിളായിട്ടുള്ള ഫുഡുണ്ട്. ഇപ്പോ മനസ്സിലായി. അപ്പൊ ഒരു നൂഡിൽസോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലേക്സോ ഒക്കെ ഉണ്ടാക്കി 2, 3, 4 ദിവസമൊക്കെ ഒപ്പിക്കാം. വൈകുന്നേരം ആട്ടയുണ്ട്, ഇത് കുഴയ്ക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചോറൊക്കെ എന്ത് രീതിയിലുള്ള സമയം വേണ്ട. ഒരു കഞ്ഞി മതി, ഒരു 4 പേർക്കുള്ള കഞ്ഞി അടുപ്പത്തോ വേവിക്കുക, അതിനൊരു പയറോ എന്തെങ്കിലും ഒരു പുഴുക്കുണ്ടാക്കുക. പിന്നെ ചെയ്യാവുന്നൊരു കാര്യം, ഈ പീരീഡ്സ് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 5 രൂപ കൊടുത്ത പുണ്യാഹം കിട്ടും. ഈ പുണ്യാഹം തെളിക്കാം. ഇതെന്തിനെന്ന് വെച്ചാൽ, ഈ സമയത്ത് ഒരു നെഗറ്റീവ് എനർജി ഈ വീടുകളിൽ ഫോം ചെയ്യും. ഈ നെഗറ്റീവ് എനർജി പല വിധത്തിലുള്ള തകരാറുകൾ ഉണ്ടാക്കാം. ഈ നെഗറ്റീവ് എനർജി എങ്ങനെയാ ഫോം ചെയ്യുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞ, രോഗങ്ങൾ എങ്ങനെയാ വരുന്നത്, ഇതിനൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള വെർഷൻസ് ഉണ്ട്. ഈ ഭൂമി ഈസ് ഫുള്ളി പാക്ഡ് വിത്ത് എനർജി കണങ്ങൾ. സയൻസ് അങ്ങനെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൽ ഡെൻസിറ്റി കൂടിയതും ഡെൻസിറ്റി കുറഞ്ഞതുണ്ട്. ഇപ്പൊ നമുക്ക് ചുറ്റുള്ള കണങ്ങള് ഒരേ ഡെൻസിറ്റിയിലുള്ളതെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും നന്നായിരിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം സാധിക്കും. നമ്മുടെ ചുറ്റുള്ള കണങ്ങളിൽ ഡെൻസിറ്റി കുറഞ്ഞതാണെങ്കിൽ, സാന്ദ്രത കുറഞ്ഞതാണെങ്കിൽ അതിന്റെ ചലനങ്ങളുടെ വ്യത്യാസം വരും. മൂവ്മെന്റ് സ്ലോ. അപ്പൊ നമ്മുടെ കാര്യങ്ങൾക്ക് ഭംഗം വരും. മനസ്സിലായില്ല? അപ്പോ യഥാർത്ഥത്തിൽ രോഗങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ ചുറ്റുള്ള ഈ
എനർജി മോളിക്യൂൾസ് സാന്ദ്രത കുറഞ്ഞതായിട്ട് വരുമ്പോൾ ശരീരം ക്ഷീണിക്കുമ്പോഴാണ് രോഗാണുക്കൾ ആക്രമിക്കുന്നതെന്നാണല്ലോ മെഡിക്കൽ സയൻസ് പറയുന്നത്. അതിനെ ഒന്നും കൂടി തിരുത്തിയാൽ, ഒന്നും കൂടി കറക്റ്റ് ചെയ്താൽ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഈ കണങ്ങൾക്ക് സാന്ദ്രത കുറയുമ്പോഴാണ് ഈ രോഗാണുക്കൾക്ക് എളുപ്പം. അപ്പോൾ അത് ഹൃദയത്തിന്റെ ഭാഗത്തായ ഹൃദ്രോഗമായി, കിഡ്നി ഇവിടെ ഭാഗത്തായ വയറ്, അതൊക്കെ ഓരോ ഭാഗങ്ങൾക്ക് വരുമ്പോൾ അത് മാരകമായിട്ട് മാറും. ഈവൻ ക്യാൻസറിന്റെ വരെ ഉത്ഭവം ഈ എനർജി കണങ്ങളുടെ ശോഷിപ്പാണ്, സാന്ദ്രത കുറവാണ്. മനസ്സിലായോ? അപ്പൊ ഇതിന് യഥാർത്ഥത്തിലെ ക്രിയായോഗികൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, make this energy molecule stronger. ഈ സാന്ദ്രത കുറഞ്ഞതിനെ സാന്ദ്രത കൂട്ടുക, ഡെൻസിറ്റി കൂട്ടുക. ഒരു അക്വേറിയത്തിലൊരു ഫിഷ് ഓക്സിജൻ കിട്ടാതെ ഇങ്ങനെ മയങ്ങി നടക്കുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കുറവായി, സാന്ദ്രത കുറവായി, ഓക്സിജൻ ഇല്ലാതെ. അതേമാതിരി തന്നെ ഈ കണങ്ങൾ മുഴുവനും സ്വയം ചലനശേഷിയുള്ളതാണ്. ഇത് മുഴുവനും ഈശ്വര കണങ്ങളാണ്. ദിസ് എർത്ത് ഈസ് ഫുള്ളി പാക്ഡ് വിത്ത് ദീസ് കണങ്ങൾ, എനർജി മാറ്ററും അറിയാലോ. അപ്പൊ ഈ എനർജിക്ക്, ഈ കണങ്ങൾക്ക് സാന്ദ്രത ഡെൻസിറ്റി കുറയുമ്പോഴാണ് ഈ രോഗ ആക്രമണം വരുന്നത്. അപ്പൊ ഒരു ക്രിയായോഗിക്ക് ഈ എനർജിയെ സാന്ദ്രത ഡെൻസിറ്റി കൂട്ടിയതാക്കാൻ പറ്റും, അതിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോ ഇപ്പൊ സപ്പോസ് ഒരു തേനീച്ചയുടെ കൂട് ഇപ്പൊ ഈ പക്ഷികളൊക്കെ ഒരു കഷ്ണം കൊത്തിക്കൊണ്ടുപോയി ഇരിക്കുക, ഇവര് 24 മണിക്കൂറിനുള്ളിൽ ഇതിനെ റീബിൽഡ് ചെയ്യവര്. ഈച്ചൊക്കെ പാറി നടന്ന് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോന്നും വന്ന് ഇതിനെ ആ അറ ശരിയാക്കി വെക്കുക. അതുമാതിരി തന്നെ പറമ്പുകളിലൊക്കെ വലിയ ചതൽപ്പുറ്റ് പൊന്തി നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ തമാശയ്ക്ക് ഒരു തട്ട് കൊടുത്തു, അതിനുള്ളില് ദ്വാരം കാണാം. വിത്തിൻ ഡേയ്സ് അവരത് റീപീറ്റ് ചെയ്യും. അപ്പൊ ഓരോ കണങ്ങളും വെച്ച് 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 ആക്കുന്ന മാതിരി ഈ ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് എനർജിയെ, ഏറ്റവും ഹൈ വെലോസിറ്റി ഉള്ള എനർജിയെ നമ്മൾ ഉള്ളം കയ്യിലേക്ക് ആവാഹിച്ച് ഇത് നമ്മുടെ ചുറ്റും നിൽക്കുന്ന എനർജി മോളിക്യൂൾസിലേക്ക് പാസ് ചെയ്യണം. ഈ ഒരു പ്രോസസ്സിൽ കൂടെയാണ് മാരക രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം വരുന്നത്. പക്ഷെ അത് നിങ്ങളുടെ ബോഡി, ആ വ്യക്തിയുടെ ബോഡി അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും. ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഈസ് കണക്റ്റഡ് വിത്ത് യുവർ പ്രീവിയസ് ബർത്ത്. മുജ്ജന്മങ്ങളിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളോ മറ്റു വീഴ്ചകളോ കൂടുതലാണെങ്കിൽ, പരിഹരിക്കാൻ പറ്റാത്താണെങ്കിൽ ഈ എനർജി മോളിക്യൂൾസ് വെച്ച് ബോഡി റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അപ്പൊ ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയാണെങ്കിൽ പോലും ഒരു സ്ത്രീയെ 4-5 ദിവസം സഹായിക്കാൻ ഈ പുരുഷന്മാരും കാണിക്കുന്ന ഈ മടിയല്ലേ യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണം? നമുക്ക് ഇതൊന്നും അറിയണ്ട, നേരത്തിന് വന്നിരിക്കണം, അതൊക്കെ കൃത്യമായിട്ടുള്ള കിട്ടണം, ഇതെങ്ങനെ ഉണ്ടാക്കുന്നു, എന്ത് സ്ട്രഗിൾ ചെയ്യുന്നു, എന്ത് വേണം. അപ്പോൾ അതാ പറഞ്ഞ് കുറെ അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയാക്കാൻ പറ്റാവുന്നുള്ളൂ. അപ്പൊ ഈ ചോദ്യം ചോദിച്ചവരൊക്കെ ഞാനിത് പറഞ്ഞപ്പോ ഒരു വിനയപുരസ്സരം അതിനെ അംഗീകരിച്ചു. അല്ലാണ്ട് ഇതൊരു ഭ്രഷ്ടായിട്ട് നിങ്ങളെ ഹിമാലയത്തിലേക്ക് പോകാണ്ടിരിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് മനസ്സിലായി. നമ്മുടെ സമയത്തിന് ഇതുണ്ടായി നമുക്ക് എനിക്ക് തോന്നുന്നു അല്ലേ, ഒരു ഇന്ററാക്ഷൻ വാല്യൂ വേണ്ട വെച്ചാൽ ടൈം ഫോർ ദാറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ, യാത്രയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിവസമൊന്നും പറഞ്ഞു തീരില്ല, മനസ്സിലായി? കാരണം അത്രയധികം യാത്രയെ കുറിച്ച് പറയാനുണ്ട്, എവിടെ എത്തില്ല. കാരണം അതിനുള്ള ടൈമുള്ളൂ നമുക്ക്. ഇപ്പൊ ഇതൊരു
ഒരെന്തെങ്കിലും ചോദിച്ച് അതുമെന്ന് പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ തോന്നുന്നു. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ ഭക്ഷണം കഴിക്കില്ലെന്ന് തോന്നുന്നില്ല. മതി. അപ്പൊ ഞാൻ ½ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാലോ. യാത്ര ചെയ്തവരുണ്ടോ, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടോ? ഉണ്ട്, പറഞ്ഞുതരാം. എന്റെ പേരെന്താ? രാജേഷ് ചോദിച്ചത് എന്റെ രണ്ടാമത്തെ ബുക്കായ തപോഭൂമി ഉത്തരാഖണ്ഡിലെ ഈ നവനാഥ് സാധു സംഘത്തിനെ അവരുടെ ഗുഹയിൽ വെച്ച് കണ്ട അവിസ്മരണീയമായ ഒരു അനുഭവത്തെ കുറിച്ചാണ്. ബുക്കില് മുഴുവൻ കാര്യങ്ങളൊന്നും ബുക്കില് എഴുതാൻ അവർ സമ്മതിച്ചിട്ടില്ല. അത് പല യോഗികളെ കാണുമ്പോഴും അവര് മുഴുവൻ എഴുതാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഞാൻ ഈ 4ാമത്തെ ബുക്കില് അഘോറി സന്യാസിമാരെ തേടിയുള്ള അന്വേഷണത്തില് ആ അഭിമുഖം കഴിഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റ് അവര് മുഴുവൻ അതാ ഗുരു വായിച്ചു നോക്കി. എന്നിട്ട് അദ്ദേഹം കുറെ വെട്ടിക്കളഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളൊരു ചിട്ട പല കാര്യങ്ങളിലുണ്ട്. ഈ നവനാഥ് സാധു സംഘത്തിനെ കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്യാസി സംഘം അവിടെ ഉണ്ടെന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയയും ആ യാത്രയിൽ എനിക്കുണ്ടായില്ല. ഞാൻ ഗോമുഖിൽ നിന്ന് തപോവനിലേക്ക് പോകുന്നത് മായി എന്ന് പറയുന്ന ഒരു കർണാടകക്കാരിയായ ഒരു 90 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീ ഈ ഹിമാലയത്തിന്റെ ഈ നിഗൂഢതയിലെ 365 ദിവസവും ഓഫ് സീസണിൽ പോലും താഴോട്ട് വരാതെ ഇരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. അവരെ കുറിച്ച് അവരെ കണ്ട പലരും എഴുതി കണ്ടു. അപ്പൊ ഇവരെ നേരിട്ട് കാണാനാണ് ഞാൻ ഈ ഗോമുഖിൽ ചെന്നു. ഗോമുഖിന്ന് തപോവനിലെത്തി. അങ്ങനെ തപോവനിലുള്ള ഇവരുടെ ഗുഹ നോക്കിയപ്പോ ഇവരയിലില്ല. അവരുടെ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി ചെന്നു ഞാൻ. അപ്പൊ ഈ ബ്രഹ്മകമൽ പുഷ്പങ്ങളൊക്കെ ഉണങ്ങിയത് ഞാത്തിയിട്ടുണ്ട്. അവരുടെ ഗുഹയില് ഈ കമ്പിളി സാധനങ്ങളൊക്കെ ഇട്ട് കുറച്ച് പാത്രങ്ങളും ഒക്കെ ഇട്ട് ഇവരിങ്ങനെ ഒരു സഞ്ചാരത്തിന് പോയിക്കാണ്. അവരങ്ങനെയാണ്. കുറെ കഴിയുമ്പോ അവര് ഇറങ്ങി നടക്കും. രാത്രിയും പകലില്ലാതെ ഇറങ്ങി നടക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അത് വലിയൊരു മനപ്രയാസം തോന്നിയിരിക്കും. ഇവരെ കാണുമ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അത് തിരിച്ചു വന്നപ്പോൾ വളരെ യാദൃച്ഛികമായിട്ട് നോർജിങ് എന്ന് പറയുന്ന ഒരു ഷെർപ്പെ പരിചയപ്പെടുന്നു. ആദ്യമൊന്നും അദ്ദേഹം അത് തുറന്നു പറഞ്ഞില്ലെങ്കിലും പിന്നീട് ഇങ്ങനെ ഡീപ്പ് ഹിമാലയത്തിലുള്ള സന്യാസിമാരുടെ ഗുഹകളിലേക്ക് അവർക്ക് ആവശ്യമുള്ള റേഷൻ സാധനങ്ങൾ കൊണ്ടുപോവാണ്. പൂജാ സാമഗ്രികള്, പിന്നെ ആട്ട, അങ്ങനെ കുറെ സാധനം, പിന്നെ കുറെ ബുക്സൊക്കെ അങ്ങനെയായിട്ട് പോവാണ്. അപ്പൊ ഞാൻ അങ്ങേരുടെ കൂടെ പോവാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളൊരു ധാരണ ഉണ്ടാക്കി. അങ്ങനെയാണ് ആ യാത്ര ചെയ്യുന്നത്. ആ യാത്രയിൽ തന്നെ ഒരു 6-7 കിലോമീറ്ററോളം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വഴി വലത്തോട്ട് പോകുന്നുണ്ട്. ആ വലത്തോട്ടുള്ള വഴിക്കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡൽഹിയിൽ നിന്നുള്ള പരിസ്ഥിതി സയന്റിസ്റ്റുകൾ പോയതും ഈ യോഗിനിയമ്മ കണ്ടതൊക്കെ ആ വഴിയിലാണ്. അങ്ങനെ ചെല്ലുന്നു. ഈ 10-35ഓളം കിലോമീറ്റർ ഈ മഞ്ഞുഭൂമിയിൽ കൂടെ നടന്ന് ലാസ്റ്റ് ഈ ഗുഹാമുഖത്ത് എത്തുന്നു. അപ്പൊ അവിടെ 5 സന്യാസിമാരുണ്ട്.
അപ്പൊ എനിക്ക് ഈ നവനാഥ സാധു സംഘം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരെന്ത് സിദ്ധിയുള്ളവരാണ്, എന്തൊക്കെ സാധനയാണ്, എനിക്ക് അതൊക്കെ വളരെ പരിമിതമായ അറിവേ അക്കാലത്തുണ്ടായിരുന്നുള്ളൂ. ആ സംസാരത്തിൽ നിന്നാണ് മനസ്സിലായത് ഇവര് ഈ നാഥസമ്പ്രദായം അതെനിക്ക് അവരെ കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെയുള്ള ഒരു പരിജ്ഞാനികളുണ്ട്. ഇതിന് ഡീപ്പായിട്ട് ഇതിന്റെ സ്ഥിതി എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞതായി. ഈ നാഥസമ്പ്രദായത്തിന് ഈ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ ഉണ്ട് ഈ ക്രിയായോഗത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ. ഉപനിഷത്തുകളിലെ പല ഉപനിഷത്തുകളിലും ഇത് പരന്നു കിടക്കുന്നുണ്ട്. ബ്രഹ്മസൂത്രത്തിലെ വേദവ്യാസൻ ക്രിയായോഗം വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ബ്രാഹ്മണങ്ങളിലും കാണുന്നുണ്ട്. ഇതിനൊക്കെ അവിടുന്ന് എല്ലാത്തിനും ക്രോഡീകരിച്ച് ഇതിനൊരു ക്രിയായോഗ സൂത്രമാക്കി മാറ്റിയത് പതഞ്ജലി മഹർഷിയാണ്. അതുകൊണ്ടാണ് പതഞ്ജലിയുടെ യോഗസൂത്രം എന്ന് പറയുന്നത്. പതഞ്ജലിയുടെ അല്ല ശരിക്കും യോഗസൂത്രം. യോഗസൂത്രം ശരിക്കും അത് ഒറിജിനൽ വേദത്തിൽ തന്നെയാണ്. വേദത്തിൽ നിന്ന് ബ്രാഹ്മണങ്ങളിലേക്ക് ഡൈല്യൂട്ട് ചെയ്ത് അവരെഴുതിയിട്ടാക്കി. അതിൽ നിന്ന് ഉപനിഷത്തുകാരെ പല ഉപനിഷത്തുകളിലേക്ക് അത് ക്രോഡീകരിച്ചു. അതിൽ നിന്ന് വേദവ്യാസനെതിരെ ബ്രഹ്മസൂത്രമാക്കിയിട്ടൊന്ന് ചെറിയൊരു ക്രോഡീകരണം നടത്തി. പിന്നെ ഭഗവത്ഗീതയിലെ ഭഗവാൻ അർജുനന് ക്രിയായോഗം ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പലയിടത്തും കിടന്നിരുന്ന ഈ ശാസ്ത്രത്തിന് ക്രിയായോഗ സിദ്ധാന്തം പതഞ്ജലി യോഗസൂത്രമാക്കി മാറ്റിയെടുത്തത് ഈ പതഞ്ജലി മഹർഷിയാണെന്ന് മാത്രം. അല്ലാണ്ട് മഹർഷിയുടെ ഒറിജിനൽ അല്ല തോന്നുന്നു. ഇവര് ക്രിയായോഗത്തിന്റെ ആൾക്കാരാണെന്നും ഇവരിതിനെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നും ഗഹനമായ രീതിയിലുള്ള ഒരു അഭ്യാസം ആണ് ഇതിൽ നിന്ന് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയത് ഇവരിൽ നിന്നാണ്. ഇദ്ദേഹം രാജേഷ് ചോദിച്ചമാതിരി ഈ ടെലിപ്പതി എന്ന് പറയുന്നതൊക്കെ ഈ ക്രിയായോഗത്തിന്റെ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചേംബറിൽ പെട്ട ഒന്നല്ല. ഇതിന് ചേംബറുകളുണ്ട്. 144 മുറകൾ എന്ന് പറയുമ്പോൾ തന്നെ ആയിരക്കണക്കിന് ശ്ലോകങ്ങളായി. അതിനൊക്കെ ചേംബറുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും 100 കണക്കിന് ശ്ലോകങ്ങളായി. ഇങ്ങനെ കിടക്കുന്ന ഈ സാധനം ഇതാണ് ഞാൻ നേരത്തെ മുമ്പ് വിവരിച്ച മാതിരി ഇന്ദ്രിയ നിഗ്രഹ മരത്തിലും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനെ ഷൈൻ ചെയ്യിപ്പിക്കലും അത് നമ്മളിൽ ഉണ്ടാക്കുന്ന വ്യതിയാനം അങ്ങനെയുള്ള ഈ യോഗ ഈ ഓംനി സയൻസ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് എത്തുന്നതും സൂപ്പർ നാച്ചുറൽ പവറിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നതും ഒക്കെ യഥാർത്ഥ ക്രിയായോഗികൾക്ക് ഉള്ളതാണ്, അഭ്യസിക്കുന്നവരാണ്. യോഗസിദ്ധി കൊണ്ട് നടക്കാൻ പറ്റാത്ത ഫോർ എക്സാമ്പിൾ ഇന്നലെ തന്നെ മിനിഞ്ഞാന്നുമായിട്ട് ഈ തിരുവിതാംകൂർ ബെൽറ്റില് ഞാനും ഇവിടെ എന്നെ കൊണ്ടു നടന്നിരുന്ന അനിലും ഇത് ഹിമാലയത്തിൽ മാത്രമൊന്നല്ല ഈ സൂപ്പർ യോഗികളുള്ളൂ, ഇവിടെ ഉണ്ട്. ഇത് ഞാൻ 3ാമത്തെ ബുക്കിൽ ഒരു വരി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. ഈ ഹിമാലയത്തിൽ മാത്രമല്ല ഡിവൈൻ സൂപ്പർ പവറുള്ള യോഗികളുള്ളൂ, തലങ്ങളിലുമുണ്ട്. അതിന്റെ 1ാമത്തെ ഉദാഹരണം ആണ് ഞാൻ ആ ബുക്കിൽ പറഞ്ഞത്. പോൾ ബ്രണ്ടനെ പോലെയുള്ള വെസ്റ്റേൺ റൈറ്റേഴ്സ് ഒരു 75 കൊല്ലം മുമ്പ് ഭാരതത്തിലും ഹിമാലയത്തിലും മുഴുവനും സഞ്ചരിച്ച് സൂപ്പർ നാച്ചുറൽ പവറുകളുള്ള യോഗിമാരെ കണ്ട് ബോധ്യപ്പെട്ട വിഷയങ്ങളാണ് സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള ട്രാവലോഗൊക്കെ. അപ്പോ ഇവിടെ ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോ ഈ പ്രഭാകരസിദ്ധ യോഗികളെ കുറിച്ചാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള ഈ ഗവേഷണം മുഴുവൻ നടത്തിയത്. അപ്പൊ ഇദ്ദേഹം ജീവിച്ച സ്ഥലം ഇപ്പൊ കോന്നി, ആറന്മുള, ഹരിപ്പാട് അങ്ങനെയുള്ള ബെൽറ്റുകൾ മുഴുവൻ ഞങ്ങൾ കവർ ചെയ്തിട്ട് ഈ പ്രഭാകരസിദ്ധ യോഗികൾ താമസിച്ച വീടുകള്, അദ്ദേഹം ലാസ്റ്റ് കഴിഞ്ഞുകൂടിയ വീട്, അദ്ദേഹത്തിന്റെ സമാധി, അദ്ദേഹം സ്ഥിരമായിട്ട് വന്ന് താമസിച്ചിരുന്ന വേറൊരു വീട്, ഈ വീടുകളിലൊക്കെ ഇദ്ദേഹത്തിന്റെ അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ് ഉള്ളത്. ഇവിടെയൊക്കെ ഇദ്ദേഹം കിടന്ന ആ കട്ടില്, അദ്ദേഹം ഉപയോഗിച്ച മുറി, ഇതൊക്കെ അതേമാതിരി കീപ്പ് ചെയ്തിട്ടുണ്ട് വീട്ടുകാർ. ഇദ്ദേഹത്തിന്റെ നിന്ന് അത്രയും അനുഗ്രഹം സൃഷ്ടിച്ച
ഒരു DFOനെയും ഇന്നലെ ഞങ്ങൾ ഒരു മീറ്റിംഗിൽ കാണുന്നുണ്ടായി. അദ്ദേഹം വിവരിച്ചു തന്നു. ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന സിദ്ധിയുള്ള മനുഷ്യനായിരുന്നു പ്രഭാകര സിദ്ധയോഗികൾ. 756 വർഷത്തെ പല ബോഡികളിലായിട്ട് ഈ മനുഷ്യൻ ജീവിച്ചു. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടിലുണ്ട് ഇതുമാതിരി സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു യോഗി. അപ്പോ ഇതൊക്കെ ക്രിയായോഗത്തിന്റെ തുടർച്ചയാണ്, പഠനമാണ്. മനസ്സിലായി? ഈ ക്രിയായോഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, എടുക്കുന്ന ടെക്സ്റ്റുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയും അതുമാതിരി തന്നെ ഈ ഇദ്ദേഹം ഈ പ്രഭാകര സിദ്ധയോഗികള് 18 സിദ്ധയോഗികളിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരെ ഇത്ര അടുത്ത് അങ്ങേരുടെ സ്ഥലത്ത് ജീവിച്ചു പറയാൻ. ഒന്നുമില്ലെങ്കിൽ ആ സമാധിയൊക്കെ ഒന്ന് പോയി കാണുക. മനസ്സിലായി? അതൊക്കെ അനുഗ്രഹം ഉണ്ടാവും നിങ്ങൾക്കൊക്കെ. മനസ്സിലായ? ഇത്രയും 756 വർഷം പല ബോഡികളിലായിട്ട് ജീവിച്ചൊരു മനുഷ്യൻ നിങ്ങളുടെ അയൽവക്കത്തുണ്ടെന്ന് പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര 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 സാക്ഷ്യപത്രങ്ങളുണ്ട് ഇദ്ദേഹം ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചതിന്. തുഞ്ചത്തെഴുത്തച്ഛന്റെ ചരിത്രം അങ്ങേർക്കറിയാം. ആ കാലഘട്ടത്തിൽ അങ്ങോരുണ്ട്. ചെറുശ്ശേരി നമ്പൂരിയുടെ കാലഘട്ടത്തിലുണ്ട്, മേൽപ്പത്തൂരിന്റെ കാലഘട്ടത്തിലുണ്ട്, സ്വാമി വിവേകാനന്ദ വന്നപ്പുണ്ട്, പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവായിരുന്നു, ചട്ടമ്പി സ്വാമികളുടെ ഗുരുവായിരുന്നു. ഇവരെന്തരപ്പ് തമിഴ്നാട്ടിൽ നിന്ന് മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ല എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോ. കാരണം തമിഴ്നാട്ടിൽ നിന്ന് ഒരു IAS കാരൻ ഇദ്ദേഹത്തിന്റെ സമാധിയുടെ അടുത്ത് ഒരു ഓഫീസ് കെട്ടിടം, ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഡൊണേറ്റ് ചെയ്ത് എത്ര 5 ലക്ഷം രൂപയുണ്ട് അദ്ദേഹം നടക്കുന്നത്. സുന്ദരപാണ്ഡ്യൻ IAS അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഗ്രാനൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സുന്ദരപാണ്ഡ്യന്റെ അനുഭവം എന്താന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇദ്ദേഹത്തിന്റെ കുറച്ച് അനുയായികളും കൂടിയിട്ട് ശബരിമലയ്ക്ക് പോവാം. അപ്പം എരിമേലി ഒഴിക്കും. അങ്ങനെ ആ കരിമല ഒക്കെ എപ്പോഴോ കയറിക്കൊണ്ടിരിക്കുമ്പോൾ സന്ധ്യ നേരായി. പെട്ടെന്നൊരു ടൈഗർ അലറി ഗർജിച്ച് ഇവരുടെ സംഘത്തിന്റെ നേരെ വന്നു. പെട്ടെന്ന് ഒരു സെക്കൻഡിൽ തന്നെ ഒരു തടി മുടിയൊക്കെ വളർത്തിയ ഒരു മനുഷ്യൻ മാറിപ്പോ എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഉണ്ടാക്കി. ഈ കടുവ തലയും താത്തി വാല് കാട്ടി. അപ്പൊ പോണ വഴിക്ക് മുമ്പിൽ 2 തട്ടും കൊടുത്തു. ഒന്ന് ഒരു തലോടല്. ഇവർക്ക് അത്ഭുതമായി. ഇവരെല്ലാവരും വന്ന് ഇന്നോരെ തൊഴുതു. അന്ന് എവിടെയാണ് എന്താണ് എന്ന് ചോദിച്ചു. നിങ്ങളിപ്പോ ഏതായാലും ദർശനത്തിന് പോവല്ലേ, പോയി വാ, മടക്കം ഇങ്ങനെ ഈ സ്ഥലം പറഞ്ഞു കൊടുത്തു, അവിടെ വന്ന് അന്വേഷിച്ചാൽ മതി. ഇവര് ശബരിമല പോയി ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പമ്പെ വന്ന് അവരുടെ വാഹനത്തില് ഇവിടെ വന്ന് ഈ സ്ഥലത്ത് വന്ന് അന്വേഷിച്ച് കഴിയുമ്പോ ആദ്യം ചോദിച്ചവരെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് തലയ്ക്കൊന്നുമില്ല തമിഴ്മാർക്ക്. അങ്ങനെ 1986 സമാധിയായതാ. ഇപ്പോഴോ വന്ന് ചോദിക്കണേ. അതൊക്കെ അങ്ങനെയാണ് ആദ്യം ഉണ്ടായി. പക്ഷെ എന്നാലും അവര് വിട്ടില്ല. അവസാനം ഇവര് ഈ ഫോട്ടോയെങ്കിലും ഇങ്ങൊരു ജീവിച്ചിരുന്ന സ്ഥലം എവിടെയാണെന്നെങ്കിലും അറിയണമെന്നൊക്കെ വെച്ചാൽ അവസാനം ഒരു വീട്ടിൽ നിന്ന് ഈ ഫോട്ടോ കണ്ടപ്പോ ഒരു വന്ന ഇയാളാണ് രാത്രി വന്നതും ആ സന്ധ്യക്ക് വന്നതും ഈ കടുവ ആട്ടി ഓടിച്ചു. ഇന്നൊരു സമാധി എവിടെയാ എന്നൊരാള്. അപ്പൊ അവര് പറഞ്ഞു സമാധിയായി. അപ്പൊ അത് കാണണമെന്നായി. അങ്ങനെ അവർ സമാധിയിലേക്ക് പോയി. സമാധിയിൽ ചെന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ ഇരുത്തി സമാധിയാക്കിക്കാൻ 756 വർഷം കഴിഞ്ഞിട്ടാണ് സമാധി ആവണത്. തമിഴ്നാട്ടിലെ പാമ്പാട്ടി സിദ്ധയോഗിയിൽപ്പെട്ട 18 യോഗികളിൽപ്പെട്ട ആളായിരുന്നു. അതൊന്നും നമ്മുടെ ഇവിടുത്തേർക്ക് അറിയില്ല എന്നുണ്ട്. ഈ സമാധി ആയപ്പോ സമാധി ഇരുത്തി ഒരു സമാധി കൂടിയുണ്ടാക്കി. ഒരു ചെറിയ സിമ്പിളായിട്ട് അത്രേ അവർക്ക് കഴിവുള്ളൂ. അദ്ദേഹം ഈ സിദ്ധികളൊക്കെ ചെയ്ത് നടന്നിരുന്ന ഈ കാലത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് കോടികൾ ഉണ്ടാക്കായിരുന്നു. ഈ പ്രഭാകര സിദ്ധയോഗികൾ എവിടെയെങ്കിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഈ യോഗവിദ്യകളൊക്കെ പ്രകടിപ്പിച്ച് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം കോടീശ്വരനായിട്ട് 10 പൈസ ഈ മനുഷ്യണ്ടാക്കില്ല. ഈ സുന്ദരപാണ്ഡ്യനും സംഘം വന്ന് ഈ സമാധി കണ്ടപ്പോ അവിടെ ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു ഓഫീസ് സംവിധാനം അതൊന്നുമില്ല. കുന്നിന്റെ മുകളിലാണ് പാറക്കെട്ടുകളൊക്കെ ഉള്ളത്. അവസാനം അദ്ദേഹം 4 ലക്ഷം 5 ലക്ഷം ചെലവാക്കിയിട്ട്
വാർത്ത ഭംഗിയാക്കിയ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് അതിൽ അദ്ദേഹം കരിങ്കല്ലിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും ഗ്രേറ്റ് ആയിട്ടൊരു യോഗി ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പൊ ഇത് ഈ നവനാഥ സാധു സംഘത്തിന്റെ തുടർച്ചയാണ് ഈ നാഥ സമ്പ്രദായം. നാഥ സമ്പ്രദായക്കാരാണ് ശരിക്ക് ഈ ക്രിയായോഗത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ ഈ സൂപ്പർ നാച്ചുറൽ പവറുള്ള രീതിയിൽ ഉണ്ടാക്കിയത്. പിന്നെ മറ്റ് സമ്പ്രദായക്കാരുണ്ട്. അഘോറി സമ്പ്രദായത്തെ കുറിച്ച് ഞാൻ ഈ 4ാമത്തെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അഘോറികൾ എന്ന് വെച്ചാൽ നമ്മള് ഈ നെറ്റിലൊക്കെ കാണുന്ന മാതിരി ഈ ശരീരത്തിന്റെ മനുഷ്യന്റെ ശരീരങ്ങളെടുത്ത് ഭാഗങ്ങളെടുത്ത് കടിച്ചു തിന്നുക, അതൊന്നും അഘോറികളല്ല. ഇതൊക്കെ വെറുതെ ഈ മീഡിയക്കാര് ഓരോരോ പടായികള് എഴുതിണ്ടാക്കുന്നതാണ്. അതൊക്കെ ഈ ഭിക്ഷാന്തൈകളായിട്ട് നടന്ന് കാശുണ്ടാക്കാൻ നടക്കുന്ന കുറെ വർഗ്ഗക്കാരുണ്ട് ഈ ഹരിദ്വാറിലും ഋഷികേശിലൊക്കെ. ഈ രുദ്രാക്ഷങ്ങളും ചന്ദനും ഒക്കെ ഭസ്മൊക്കെ പൂശി ചിതാഭസ്മം ഒക്കെ എടുത്ത് പൂശി പരട്ടി നടന്ന് അങ്ങനെ കാശുണ്ടാക്കാൻ നടക്കുന്ന നിരവധി പേരുണ്ട്. യഥാർത്ഥ അഘോറികളെ കണ്ടു കിട്ടാൻ പെട്ട പാട് എനിക്ക് അറിഞ്ഞോളൂ. മനസ്സിലായി? അവരായിട്ടുള്ള ആ സംഭവമാണ് ഞാൻ ഒരു അനുബന്ധമായിട്ട് 4ാമത്തെ ബുക്കിൽ ചേർത്തത്. അപ്പൊ നാഥ സമ്പ്രദായത്തിനെ പ്രചാരത്തിലാക്കിയത് ഈ നവനാഥ സാധു സംഘത്തിലുള്ള സന്യാസിമാരാണ്. ഇവർ കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് അന്ന് അവിടുന്ന് ഹിമാലയത്തിൽ നിന്ന് അറിഞ്ഞപ്പോ ഇവിടെ കേരളത്തിൽ എവിടെ വന്നു എങ്ങനെ വന്നു ഒരു ഐഡിയ ഇല്ല. അങ്ങനെയാണ് ഒരു യോഗത്തിൽ വെച്ചിട്ട് ഞാൻ മഞ്ചേരി കോവിലത്തെ ഈ ബാലചന്ദ്രവർമ്മ തമ്പുരാനായിട്ട് പരിചയപ്പെട്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ ഈ കോവിലകത്ത് ഈ നവയോഗികൾ വന്നിട്ടുണ്ട്. ആ സംഭവം ഞാൻ ഈ 2ാമത്തെ ബുക്കിൽ തപോഭൂമിയില് നിബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചാൽ അറിയായില്ല. അപ്പൊ ഭാഗവതത്തില് ഈ നവനാഥ സാധു ഈ സംഘത്തെ കുറിച്ച് പറയുന്നുണ്ട്, നാഥ സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നുണ്ട്, യോഗികളെ കുറിച്ച്. അപ്പൊ ഇന്ന് ഭാരതത്തിലും വിദേശത്തും ഏറ്റവും അധികം പ്രചാരം നേടിയ ഒരു സന്യാസി സിദ്ധികളുള്ള സന്യാസി സമ്പ്രദായമാണ് ഈ നവനാഥ സാധു സംഘം. മറ്റ് സന്യാസി സംഘം 10, 24, 25 സംഘങ്ങളുണ്ട് ഓരോരോ പേരുകളിൽ. പക്ഷെ ഇവരൊന്നും ഇതേമാതിരി ആർജിച്ചവരല്ല. ആർജിച്ച് ശരിക്ക് ആ ഭാരതീയ ആചാരപ്രകാരമുള്ള രീതിയിലുള്ള ഈ ക്രിയയെ പ്രചാരാക്കിയത് നാഥ സമ്പ്രദായക്കാരാണ്. അപ്പൊ അതിലത്തെ ആചാര്യന്മാരും അതിലത്തെ ആൾക്കാരുകളും അപ്പൊ ഈ ടെലിപ്പതി എന്നൊക്കെ പറഞ്ഞത് ഇതിന്റെ പ്രാരംഭ ദശയിൽപ്പെട്ട അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു വിഷയമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമധ്യത്തിലെ ലെൻസിനെ കേന്ദ്രീകരിച്ച് ഇതിൽ നിന്ന് തരംഗങ്ങൾ വിടാൻ പ്രാപ്താക്കണം സാധിക്കും നമുക്ക് ഒരു സ്റ്റേജ് വന്നാൽ. ഈ തരംഗങ്ങൾ ഈ റേഡിയോ വഴി സംഭാഷണം കേൾക്കുന്നതും ടെലിഫോൺ കേൾക്കുന്നതും സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ വഴിയോ എല്ലാം ഭാരതീയ വേദാന്തത്തിനെ അനുകരിച്ചിട്ടാണല്ലോ അവരിതൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ആ തരംഗങ്ങളെ ക്യാച്ച് ചെയ്യാൻ പാകത്തിനുള്ള റിസീവർ നമ്മളായി മാറുമ്പോൾ നമ്മുടെ ഇന്നർ ഇയർ അതിന് പ്രാപ്തമാകുമ്പോൾ നമുക്ക് നമ്മുടെ സിഗ്നൽസ് നമ്മുടെ തരംഗങ്ങളും പാസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് ടെലിപ്പത്തിക്കലി ആരായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. ഒരു കോഡ് ഇതുണ്ട്, ലാംഗ്വേജ് ഉണ്ട്. അങ്ങനെ അത് സാധ്യമാണ്. അതിനെ കുറിച്ചൊന്നും പിന്നെ തന്നെയല്ല, ഇപ്പൊ നമ്മുടെ മൊബൈല് കോള് വരുമ്പോ ഒന്ന് സിഗ്നൽ തരുന്ന മാതിരി ഈ ഭ്രൂമധ്യ സിഗ്നൽ തരുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇത് തുടിക്കും. തുടിക്കുന്ന തലമുറ ശരിക്കറിയാം. 2 കൂടി പോകുന്നില്ല. അപ്പൊ നമുക്കറിയാം ഒന്നുകിൽ ഒരു മെസ്സേജിന്റെ ഒക്കെ മൊബൈലിൽ ചെയ്യുന്ന പോലെയുണ്ട്. അപ്പൊ മൊബൈലിൽ മെസ്സേജ് വരുമ്പോൾ ആദ്യം സിഗ്നൽ വരില്ല. അപ്പൊ നമ്മളത് ഓപ്പൺ ചെയ്യും. ഇതെന്ത്? അപ്പൊ നമ്മൾ സജ്ജമായിട്ട് അതിനകത്ത് അത് കേൾക്കാനുള്ളതെങ്കിൽ ഇന്നർ ഇയർ സജ്ജാക്കാം. മെസ്സേജ് ഉണ്ടാകുക. അപ്പൊ ഞാനൊരു കോഡ് ലാംഗ്വേജ് ഉണ്ട്, അത് പഠിക്കും. അപ്പൊ ക്രിയായോഗത്തെ സംബന്ധിച്ചും ഈ യോഗികളെ സംബന്ധിച്ചും അതിനുശേഷം കണ്ടെത്തിയ നിരവധി യോഗികളുടെ ചരിത്രങ്ങളും ഈ ആർഷഗ്രന്ഥങ്ങൾ വായിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കാരണം കൂടി ഇതാണ്. അന്ന് എന്തൊക്കെ അവർ ചെയ്തിരുന്നു, എന്തൊക്കെ അത്ഭുത കൃത്യങ്ങൾ ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞത് അതാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത്
ഇത്രയും സിദ്ധികളുള്ള ഒരു മനുഷ്യണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. വൈഷ്ണവതയിൽ ദർശനത്തിന് പോയ ഒരു സംഘം ഈ ഏറ്റുമാനൂർ ചങ്ങനൂര് ഭാഗത്തുനിന്ന് ഇദ്ദേഹം സമാധിയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ പോണത്. അവിടെ ഒരു ആൽത്തറയിൽ കഷ്ടിയിരിക്കുന്നു. ഇതിപ്പോ ഒരാളല്ല കാണുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് പോകുന്നത്. അവരായിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് ഇവിടെയുള്ള ഈ ചുറ്റുവട്ടത്തുള്ള അദ്ദേഹത്തിന്റെ പഴയ പരിചയക്കാരൊക്കെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. അപ്പോ ക്രിയായോഗത്തെ കുറിച്ചും അതിന്റെ സിദ്ധികളെ കുറിച്ചും ഒന്നും അതുമാതിരി തന്നെ നിങ്ങൾക്കറിയാത്ത ഒരു വ്യക്തിന്റെ ഇവിടെ. പക്ഷെ ഇന്നലെ ഞങ്ങൾ പോയെങ്കിലും ലേറ്റായി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. കൃഷ്ണമേനോൻ, ആത്മാനന്ദ, സ്വാമി ആത്മാനന്ദ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹം ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു, SP. മനസ്സിലായില്ല. ആ കാലത്ത് എവിടെയോ കാസർഗോഡ് വെച്ചിട്ട് എവിടുന്നോ അല്ല പിന്നെ കന്യാകുമാരി അല്ലെ നാഗർകോയിൽ തക്കല അവിടെ വെച്ചിട്ട് ഹിമാലയത്തിലത്തെ ഒരു യോഗിയായിട്ട് ഇദ്ദേഹം പരിചയമാണ്. അങ്ങനെ ഈ പോലീസ് ഉദ്യോഗം റിട്ടയർ ചെയ്ത് ഇദ്ദേഹം ക്രിയായോഗി യോഗിയായി. ഇദ്ദേഹത്തിനെ കുറിച്ച് ഞാനെങ്ങനെ അറിയണമെന്ന് വെച്ചാൽ ദൂരദർശനിലുള്ള എന്റെ പ്രോഗ്രാം കണ്ട് ബോംബെയിൽ നിന്ന് ഒരു നടരാജയരെ എന്നെ വിളിക്കുകയാണ്. ഒരു 88, 87 ഒക്കെ ഉണ്ടല്ലോ, 86 ഒക്കെ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ താങ്കളുടെ പ്രഭാഷണം കണ്ടു, കേട്ടു. അതിനുശേഷം ബുക്ക് വരുത്തി വായിച്ചു. എന്റെ 3 ബുക്കുകൾ വായിച്ചിട്ടാ വിളിച്ചാണ്. അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബോംബെക്ക് പോയതാണ് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. ഗുരുവായൂർ സ്വദേശിനാണ്. അവിടെ വെച്ചിട്ട് ഒരു മഹാരാഷ്ട്രയിൽ നിന്ന് ഹിമാലയ യോഗിയായിട്ട് പരിചയപ്പെട്ടു. ഒരിക്കൽ ഈ യോഗിയിൽ നിന്ന് ക്രിയായോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ കൊയിലോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു യോഗിയുണ്ട്. അദ്ദേഹം പോലീസ് സൂപ്രണ്ടായിരുന്നു. ഗോ ആൻഡ് ട്രൈ ടു മീറ്റ് ലൊക്കേറ്റ് ആ സ്ഥലം എന്ന് പറഞ്ഞു. നടരാജയുടെ ഒരു കാലത്ത് ഇവിടെ വന്ന് ലീവിന് വന്നപ്പോൾ അന്ന് ഇത്രയും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങനെ ഇവിടെ എത്തിപ്പെട്ട് ഈ കൃഷ്ണമേനോൻ ആളെ കണ്ടു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ട് കൃഷ്ണമേനോൻ വരുമ്പോൾ പള്ളി തുറന്ന് റൂമിൽ കിടന്നപ്പോൾ തന്നെ ഈ കൃഷ്ണമേനോൻ പറഞ്ഞു, നടരാജയർ, ഞാൻ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. നടരാജയരുടെ പേരാണോ ഇങ്ങോട്ട് വരുന്നതൊന്നും പറഞ്ഞിട്ടില്ല. എവിടെയും സ്ഥലം പോലും നടരാജയർക്ക് അറിയില്ല. അപ്പോ വരുമ്പോ തന്നെ വിളിച്ച് പറഞ്ഞത് ഇതാ അങ്ങോട്ട് കയറുമ്പോ. അങ്ങനെ അദ്ദേഹം ശിഷ്യനായി. അവർ തമ്മിൽ ക്രിയായോഗ അഭ്യസിപ്പിച്ചു. നടരാജയരെ ഒരുപാട് പഠിപ്പിച്ചു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ബോംബെയിൽ ലീവിൽ വരാൻ നിൽക്കുമ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ നടരാജയ കൃഷ്ണമേനോൻ സാറിന് എഴുതി പറഞ്ഞു വരേണ്ടത്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഗുരുവായൂർക്ക് വരാം, എനിക്കൊരു കുറച്ച് ദിവസം ഭജന ഇരിക്കണം. അങ്ങനെ ഇവര് ഗുരുവായൂർ ഒത്തുകൂടി. അപ്പൊ ഗുരുവായൂർ അന്ന് ഈ അമ്പലം തുമാരൊന്നും റിനോവേറ്റ് ചെയ്ത കാലഘട്ടമല്ല. ആ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിന്റെ ആ ഭാഗം കഴിഞ്ഞ് അവിടേക്ക് നെല്ല് കുത്തുന്ന സ്ഥലം, അരി പൊടിക്കുന്ന സ്ഥലമൊക്കെയാണ് അതൊക്കെ. സ്ത്രീകള് ബൈ ഹാൻഡില് ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ ഇവര് അപ്പൊ അന്നൊരു ഒരു ബ്രാഹ്മണൻ അവിടെ ഇരുന്ന് സ്വാധ്യായം ചെയ്യുന്നുണ്ട്. അന്ന് തുടക്കം അത് സെക്കൻഡ് ആണ്. ആ അയ്യപ്പ ക്ഷേത്രം കഴിഞ്ഞ് തൊട്ടുള്ള മൂലയില് ഒരു നിലത്തൊരു പുല്ലായി വിരിച്ച് ഒരു 10-15 ആൾ കാണാനുണ്ട്, വായിക്കാൻ കേൾക്കാനുണ്ട്. അപ്പൊ ഇവര് ഒരു പ്രദക്ഷിണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രദക്ഷിണത്തിന് വന്നപ്പോ അയ്യപ്പ ക്ഷേത്രം കഴിഞ്ഞ വഴിക്ക് നടരാജയര് ബ്രേക്ക് ഇട്ട പോലെ, അല്ല ഈ കൃഷ്ണമേനോൻ സാറ് ബ്രേക്ക് ഇട്ട പോലെ നിന്നു. പിന്നെ അവിടുന്നാണ് കണ്ടില്ല, തൊഴുത് ഒരേ നിപ്പ. അപ്പൊ പിന്നിക്കൂടെ നടരാജയര് നോക്കിയപ്പോ ഈ കണ്ണ് നേത്രകോളൊക്കെ അങ്ങനെ തുറച്ച് പുറപ്പിക്കുന്നുണ്ട്. അപ്പോ മനസ്സിലായി കണ്ണുകളുടെ ഡയമെൻഷനൊക്കെ മാറ്റി വേറെ ലെവലിലേക്ക് പോയിട്ടാണ്. അത് കഴിഞ്ഞ 5 മിനിറ്റോളം കഴിഞ്ഞിട്ട് നോർമലായിട്ട് തിരിച്ച് നടരാജയരോട് ചോദിച്ചു, നടരാജൻ കണ്ണുകളുടെ ഡയമെൻഷൻ മാറ്റിയിട്ട് നോക്കൂ, അവിടെ ആരൊക്കെ ഇരിക്കണേ നോക്കൂ. നടരാജയര് മുമ്പിൽ കയറി കണ്ണുകളുടെ ഡയമെൻഷൻ മാറ്റി നോക്കിയപ്പോ നാരദനുണ്ട്, വസിഷ്ഠനുണ്ട്, വിശ്വാമിത്രനുണ്ട്, എല്ലാ ഋഷികളും നിരന്നിരിക്കുന്ന അവിടെ.
കുറച്ച് കഴിയുമ്പോൾ നല്ല ഈ കൃഷ്ണമേനോൻ സാറ് പറഞ്ഞു, ആ മൂലയിലൊരു ഒരല്, അരിയിടിക്കുന്ന ഒരലുണ്ട്, മരം, അതിൻ്റെ മുകളിലേക്ക് നോക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു ഇത്ര പോകുന്നൊരു കുരങ്ങൻ കയ്യും കുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമേനോൻ പിന്നിന്ന് പറഞ്ഞു കൊടുത്തു, ഹനുമാനാണ്, നല്ലോണം ജപിച്ചോളാം. അങ്ങനെ കൂളായിട്ട് ഇരുന്നിട്ട് ഭാഗവതം വായിക്കുന്നത് കേൾക്കാണ്. അപ്പൊ ഭാഗവത പാരായണം ഉത്തമ രീതിയിൽ എവിടെ നടക്കുന്നുവോ അവിടെ ദിവ്യ തേജസ്സുകളുടെ സമാഗം ഉണ്ടാവുമെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതിന്റെ ഇത് മനസ്സിലായി. അപ്പൊ എങ്ങനെയുള്ളവരാവണം ഇത് ചെയ്യേണ്ടത്? ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യാതെ ഇതിന് പുറപ്പെട്ടാൽ അത് വിപരീത ഫലവും. മനസ്സിലായി? അപ്പൊ ഒരു ഭാഗവതം ഉത്തമ രീതിയിൽ പാരായണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഭഗവത്ഗീത, അപ്പൊ അവിടെ ആ സാന്നിധ്യം, ചൈതന്യം ഉണ്ടാവും. ഗായത്രി എന്താണ്? ഗായത്രി മന്ത്രം പൂർണ്ണ